ആ ദിനങ്ങൾ അദ്ദേഹം സന്തോഷം നിറഞ്ഞവയായിരുന്നു. ന്യൂയോർക്കുകാർ വേനലിലെ ചൂടുകാറ്റിനെ കുറ്റം പറയാൻ തുടങ്ങി. എന്നാൽ വൃന്ദാവനത്തിലെ 100 ഡിഗ്രി കവിഞ്ഞ ഊഷ്മാവിൽ ജീവിച്ച ഒരു വ്യക്തിക്ക് ഇത് ഒരു ബുദ്ധിമുട്ടും ഉളവാക്കിയില്ല. അദ്ദേഹം പറഞ്ഞു, ഇത് ഇന്ത്യയിലേതുപോലെയാണ്. ശാന്തനും സ്വസ്ഥനുമായിരുന്ന അദ്ദേഹം അപ്പോൾ ഷർട്ട് പോലും ധരിച്ചിരുന്നില്ല. അമേരിക്കയിൽ തനിക്ക് പുഴുങ്ങിയ ഉരുളക്കിഴങ്ങ് മാത്രം പക്ഷി ജീവിക്കേണ്ടി വരും, അതായത് അതൊഴിച്ചാൽ ഇറച്ചി അല്ലാതെ മറ്റൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് അദ്ദേഹം ചിന്തിച്ചിരുന്നു. എന്നാൽ ഇവിടെ ഇന്ത്യയിലെ പോലെ തന്നെ ചോറും പരിപ്പും ചപ്പാത്തിയും സസന്തോഷം ഭക്ഷിക്കുന്നു. ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്ന 3 തട്ടുകളുള്ള കുക്കർ ഉപയോഗിച്ച് തന്നെ ആണ് ഇവിടെയും പാചകം ചെയ്യുന്നത്. സെക്കൻഡ് അവന്യൂവിലെ അപ്പാർട്ട്മെന്റിലേക്ക് മാറിയ ശേഷം ശ്രീമദ് ഭാഗവതം സംബന്ധിച്ച ജോലിയും മുറക്കി നടന്നു. ഇപ്പോൾ ഭഗവാൻ കൃഷ്ണൻ ഇത്രയും ആത്മാർത്ഥതയോടെ ഈ യുവാക്കളെയും കൊണ്ടുവന്ന് തന്നിരിക്കുന്നു. അവർ പാചകം ചെയ്യുന്നു, ടൈപ്പ് ജോലികൾ ചെയ്യുന്നു, പതിവായി അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ കേൾക്കുന്നു, ഹരേ കൃഷ്ണ കീർത്തനം നടത്തുന്നു. കൂടുതൽ പ്രവർത്തനങ്ങൾക്കായി അവർ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. പ്രഭുപാദർ അപ്പോഴും ഒരു ഏകാഗിയായ ധർമ്മോപദേശകനായിരുന്നു. അവിടെ തന്നെ താമസിക്കാനും അവിടെ വിട്ടുപോകാൻ അദ്ദേഹത്തിന് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അദ്ദേഹം ഭഗവാന് എല്ലാം സമർപ്പിച്ചുകൊണ്ട് തന്റെ അനുയായികളായ യുവാക്കളെ ഒട്ടും ആശ്രയിക്കാതെ തന്നെ തന്റെ ഗ്രന്ഥരചന തുടർന്നുകൊണ്ടേയിരുന്നു. എന്നാൽ ഇപ്പോൾ അദ്ദേഹം അന്താരാഷ്ട്ര കൃഷ്ണാവബോധ സമിതിയെ തന്റെ ആധ്യാത്മിക സന്തതിയായി സ്വീകരിച്ചിരിക്കുന്നു. ആ ജിജ്ഞാസുക്കളായ യുവാക്കളിൽ ചിലർ ഒരു മാസത്തിലേറെയായി പതിവായി ജപം ചെയ്യുന്നുണ്ട്. ആധ്യാത്മിക രംഗത്ത് പിച്ച വെക്കുന്ന ശിശുക്കളെ പോലെയായിരുന്നു അവർ. അവർക്ക് മാർഗനിർദ്ദേശം നൽകേണ്ടത് അദ്ദേഹത്തിന്റെ കർത്തവ്യങ്ങളിൽ ഒന്നായി മാറി. അദ്ദേഹം തങ്ങളെ ആധ്യാത്മിക ജീവിതത്തിലേക്ക് നയിക്കുമെന്ന വിശ്വാസത്തിൽ അവർ അദ്ദേഹത്തെ തങ്ങളുടെ ആത്മീയ ഗുരുവായി ഭരിച്ചു. ഇന്ത്യയിലെ ബ്രാഹ്മണരും വൈഷ്ണവരും ചേർന്നുള്ള വിവിധോന്മുഖങ്ങളായ കർമ്മങ്ങൾ അനുവർത്തിക്കുന്നതിന് അവരിപ്പോൾ അശക്തരായിരുന്നു. എങ്കിലും അദ്ദേഹത്തിന് അവരിൽ ആശയം ഉണ്ടായിരുന്നു. രൂപഗോസ്വാമിയുടെ അഭിപ്രായത്തിൽ ഒരുവൻ ഏത് വിധേനയും കൃഷ്ണാബോധത്തിലേക്ക് കടന്നു വരണമെന്നുണ്ട്. ഇതാണ് ഏറ്റവും പ്രധാനമായ ലക്ഷ്യം. ജനങ്ങൾക്ക് ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കുകയും ഭക്തിയുത ഭഗവത് സേവനം അനുഷ്ഠിക്കുകയും വേണം. അവർ സർവവും ഭഗവാന് വേണ്ടി അർപ്പിക്കുകയും വേണം. ശ്രീല പ്രഭുപാദ കൃഷ്ണാബോധത്തിന്റെ ഈ അടിസ്ഥാന പ്രമാണത്തെ വൈഷ്ണവ ധർമ്മ ചരിത്രം അന്നോളം കണ്ടതിൽ വെച്ച് ഏറ്റവും പ്രായോഗികമായ നിലയിലേക്ക് കൊണ്ടുവരികയായിരുന്നു. ഈ യുവാക്കളെ അദ്ദേഹം പാചകം ചെയ്യുന്നതിനും ടൈപ്പ് ജോലി ചെയ്യുന്നതിനും ഉപയോഗിച്ചു. എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ തന്നെ കർത്തവ്യങ്ങൾക്ക് കുറവൊന്നുമില്ലായിരുന്നു. നിസ്വാർത്ഥ സേവനത്തിന് സന്നദ്ധരായ ഓരോ ജീവാത്മാവും സേവനം ചോദിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിരുന്നു. എന്നിരുന്നാലും ഒരു 100 കണക്കിന് ആളുകൾ മുന്നോട്ട് വന്നത് സേവനത്തിനായിട്ടല്ല, മറിച്ച് വെല്ലുവിളിച്ചുകൊണ്ടായിരുന്നു. അങ്ങനെ വരുന്നവരുടെ മാന്യമായി സംസാരിച്ച് ചിലപ്പോൾ മുഷ്ടി ചുരുട്ടി നിലത്തടിച്ചു ആക്രോശിച്ചുകൊണ്ടും പ്രഭുപാദർ മായാവാദ തത്വ ചിന്തക്കെതിരായി ഭഗവാൻ കൃഷ്ണന് വേണ്ടി വാദിച്ചിരുന്നു. ഇത് ശ്രീല ഭക്തി സിദ്ധാന്ത സരസ്വതി ടാക്കൂറിനുള്ള അദ്ദേഹത്തിന്റെ സേവനം കൂടിയായിരുന്നു. അദ്ദേഹം അമേരിക്കയിലേക്ക് വന്നത് ഒരു വിശ്രമ ജീവിതം നയിക്കുന്നതിനല്ല. അങ്ങനെ ഓരോ ദിവസവും കടന്നു പോകുന്നതിനോടൊപ്പം തന്റെ പ്രവർത്തനങ്ങളും അനുയായികളും കൂടെ അദ്ദേഹത്തെ വെല്ലുവിളിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചതേ ഉള്ളൂ. അദ്ദേഹത്തിന് എത്രമാത്രം പ്രവർത്തിക്കാൻ കഴിയുമെന്ന് തീരുമാനിക്കേണ്ട കൃഷ്ണനാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരു വൃദ്ധനാണ്, ഒരു നിമിഷവും ഈ ലോകം വിട്ടുപോയേക്കാം, ഏത് നിമിഷവും ഈ ലോകം വിട്ടുപോയേക്കാം. എന്നാൽ ഇപ്പോൾ അദ്ദേഹം ഇവിടുന്ന് പോവുകയാണെങ്കിൽ തീർച്ചയായും കൃഷ്ണാവബോധവും അപ്രത്യക്ഷമാവും. കാരണം കൃഷ്ണാവബോധ സമിതി എന്നാൽ അദ്ദേഹം അല്ലാതെ മറ്റൊന്നും ആയിരുന്നില്ല. ജപത്തിന് നേതൃത്വം നൽകുകയും ഭക്തിയിൽ നിന്നുളവാകുന്ന ഹർഷോന്മാദത്തിൽ ലയിച്ചിരിക്കുകയും ചെയ്യുന്ന സ്വാമിജി. അങ്കണത്തിലൂടെ ക്ഷേത്രത്തിന്റെ ഉള്ളിലേക്കും അവിടെ നിന്ന് സ്വന്തം അപ്പാർട്ട്മെന്റിലേക്കും പോകുന്ന സ്വാമിജി. തത്വചിന്തയെ പറ്റി ചർച്ച ചെയ്യുന്നതിന് മണിക്കൂറോളം പുഞ്ചിരിയോടെ ചടഞ്ഞിരിക്കുന്ന സ്വാമിജി. ന്യൂയോർക്കിലെ ലോവർ ഈസ്റ്റ് സൈഡിലെ കൃഷ്ണാവബോധത്തിന്റെ ചെറുതും ദുർബലവും നിയന്ത്രിതവുമായ അന്തരീക്ഷത്തിന്റെ സൃഷ്ടികർത്താവും ഒരേ ഒരു സംരക്ഷകനും അദ്ദേഹം തന്നെയായിരുന്നു. ആ വസ്തുതയുടെ പിൻഭാഗത്തെ മുറിയിൽ സാധാരണയായി പ്രഭുപാദർ ഒറ്റയ്ക്കായിരിക്കും ഉണ്ടാവുക, വിശേഷിച്ചും അതിന്റെ രാവിലെ 2 മണി 3 മണി 4 മണി സമയങ്ങളിൽ. അപ്പോൾ മിക്കവാറും ആരും തന്നെ ഉണർന്നിരിക്കയില്ല. ഈ വെളുപ്പാൻ കാലത്ത് അദ്ദേഹത്തിന്റെ മുറി നിശബ്ദമായിരിക്കും. അങ്ങനെ അദ്ദേഹം സദാ ഭഗവാൻ കൃഷ്ണനുമായി ബന്ധപ്പെട്ടുള്ള ഭക്തിയുത സേവനങ്ങളിൽ മുഴുകിയിരിക്കും. നിലത്ത് വെച്ചിരുന്ന തന്റെ പെട്ടിയാകുന്ന ഡെസ്കിന്റെ പിന്നിൽ ശ്രീമദ് ഭാഗവതത്തിന്റെ ടൈപ്പ് ചെയ്യുന്നതിലൂടെ അദ്ദേഹം സദാ ശ്രീകൃഷ്ണ സേവനത്തിൽ നിരതനായിരിക്കും. എന്നാൽ ഈ പിൻഭാഗത്തെ മുറി തന്നെയാണ് സന്ദർശകർക്കായും ഉപയോഗിച്ചിരുന്നത്. വാതിലിൽ മുട്ടുന്ന ഏതൊരാൾക്കും ഏത് സമയത്തും അകത്ത് കടന്ന് അദ്ദേഹവുമായി മുഖാമുഖം സംസാരിക്കാമായിരുന്നു. പ്രഭുപാദർ ജയ് ശ്രീ അനന്ത പത്മനാഭ സ്വാമിക്ക് ചില പ്രഭുപാദിക്ക് ജയ്. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ഇവിടെ സമയമായിരിക്കണം. നമുക്ക് 2 പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം പറഞ്ഞ് ഹിസ് ഗ്രേസ് ഷഡ്ഭുജ പ്രഭുജിയെ സ്വാഗതം ചെയ്യാം.
ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ രാമ ഹരേ ഹരേ രാമ 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 ഹരേ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ 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 കൃഷ്ണ ഹരേ രാമ കൃഷ്ണ ഹരേ ഹരേ രാമ ഹരേ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ പ്രഭുജി മൈക്ക് മൈക്ക് ഓൺ ചെയ്താട്ടെ. ഹരേ കൃഷ്ണ പ്രഭുജി, ദണ്ഡവത് പ്രണാമം. എല്ലാവർക്കും എൻ്റെ ദണ്ഡ നമസ്കാരം. പ്രഭു പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു, അത് തീർന്നില്ലായിരുന്നു. സോറി പ്രഭു. ഹരേ കൃഷ്ണ. ദണ്ഡവത് പ്രണാമം പ്രഭുജി. ദണ്ഡവത് പ്രണാമം പ്രഭുജി. ഹരേ കൃഷ്ണ. ക്ഷമാപണത്തോടുകൂടി ഞാൻ ആരംഭിച്ചോട്ടെ പ്രഭു. എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാവണം. जय राधा माधवा कुंज बिहारी, जय राधा माधवा कुंज बिहारी, जय गोपीचना वल्लभा गिरिवरधारी, जय गोपीचना वल्लभा गिरिवरधारी, यशोदानंदन प्रज जनरंजन, यशोदा नंदन प्रज जनरंजन, यमुना तीरा वनचारी, यमुना तीरा वनचारी, जय राधा माधवा कुंज बिहारी, जय राधा माधवा कुंज बिहारी, जय श्री कृष्ण चैतन्य प्रभु नित्यानंद, श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे, हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे, जय प्रभु बधा, जय प्रभु बधा, जय प्रभु बधा, शिल प्रभु बधा, जय गुरुदेवा, जय गुरुदेवा, जय गुरुदेवा, शिल गुरुदेवा, निताय गुर हरि बोल, हरि बोल, हरि बोल, निताय गुर हरि बोल, निताय गौर हरि बोल, हरि बोल, हरि बोल, निताय गौर हरि बोल। ओम नमो भगवते वासुदेवाय, ओम नमो भगवते वासुदेवाय, ओम नमो भगवते वासुदेवाय, हरि ओम तत्सत्. എല്ലാ സജ്ജനങ്ങൾക്കും, എല്ലാ ഭക്തർക്കും, എല്ലാ വൈഷ്ണവർക്കും സ്വാഗതം ഈ ഭഗവത്ഗീത ക്ലാസ്സിലേക്ക്. ഹരേ കൃഷ്ണ. ഒരു ക്ഷമാപണത്തോടു കൂടിയാണ് ഞാനിന്ന് നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത്. കാരണം കൃഷ്ണ ബലരാം ടെമ്പിളിന്റെ, അല്ലെങ്കിൽ കൃഷ്ണ ബലരാം ഭഗവാന്റെ വലിയൊരു ഉത്സവം നടക്കുകയാണ് ഇപ്പോൾ, 1ഉം 2ഉം. അതിന്റെ തിരക്കിലായിപ്പോയി. ഇന്നലെ 2 ദിവസം ഉണ്ടായത് അതിന്റെ പുറകിലാണ്. അപ്പൊ അതിന്റെ പേരിൽ സത്യത്തിൽ ഇന്ന് ഞാൻ എടുക്കാൻ വിചാരിച്ചിരുന്ന ഭാഗവതത്തിലെ ഒരു ശ്ലോകമുണ്ട്. അതാണ് ഞാൻ ഇന്ന് എടുക്കണമെന്ന് വിചാരിച്ചിരുന്നത്. പക്ഷേ അബദ്ധവശാൽ അത് ഭഗവാന്റെ മുറിയിലായിപ്പോയി. ഭഗവാനെ ഉണർത്തിയിട്ടില്ല. ഇനി ക്ലാസ് കഴിഞ്ഞിട്ട് വേണം ഭഗവാനെ ഉണർത്താൻ. നേരത്തെ ഞാനത് എടുത്ത് വയ്ക്കുന്നതാണ്, എന്നോട് ക്ഷമിക്കുക. ഇപ്പൊ പോയി ഭഗവാനെ ഉണർത്താനും പറ്റത്തില്ല. ഇപ്പൊ ഞാനിങ്ങനെ മനസ്സുകൊണ്ട് വിചാരിക്കുമായിരുന്നു, അഭിഷേകം ചെയ്യുമ്പോഴും ഞാനിങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിക്കണം, ഞാൻ ഇന്ന് എന്താ ചെയ്യുക. ഓടി വന്നു. ഇപ്പൊ വന്നതേ ഉള്ളൂ, വന്നു കയറി വേഷം മാറി ഇവിടെ ഇരുന്നു. അപ്പോ ശരിക്കും
മനസ്സ് എന്താണ് ഇങ്ങനെ ഒരു വിഷമഘട്ടത്തിലാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു മനസ്സിനെ കുറിച്ച് തന്നെ സംസാരിക്കാം. നമ്മളിൽ ആരെങ്കിലും ഉണ്ടാവും അല്ലെ അത് ആഗ്രഹിച്ചിരിക്കുന്നവർ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ശരി, ഭഗവാന്റെ ഇഷ്ടം അതാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ എന്ന് വിചാരിച്ചു. ഭഗവാൻ വിചാരിക്കാതെ ഒരു കാര്യം പോലും ഇവിടെ നടക്കുന്നുണ്ടല്ലോ അല്ലേ. ഭഗവാൻ ഓരോ കാര്യം ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, നമുക്കതേ പറ്റത്തുള്ളൂ. നമ്മൾ ഇനിയിപ്പോ വേറെ എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാലും അതൊരിക്കലും സാധ്യമാവില്ല. കാരണം ഒരു പുൽക്കൊടി അനങ്ങണമെങ്കിലും അത് ഭഗവാന്റെ ഇച്ഛയോടുകൂടി വേണം ചെയ്യാനായിട്ട്. ഇങ്ങനെ നടക്കുള്ളൂ. അപ്പോ ഭഗവാന്റെ ഇച്ഛ അതാണെങ്കിൽ അത് തന്നെ നടന്നോട്ടെ എന്ന് വിചാരിച്ചു. ഹരേ കൃഷ്ണ. നമ്മളെ മനസ്സിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഒരുപാട് എന്താണ് വിഷമങ്ങളും സന്തോഷങ്ങളും തരുന്ന ഒരു 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 നമ്മളിലുള്ള ഒരു സാധനം തന്നെയാണ് മനസ്സെന്ന് പറയുന്നത് അല്ലെ. അതില് നമ്മുടെ ഒരു വലിയ ആചാര്യൻ പാടിയിട്ടുണ്ട്. എന്താ പാടിയിട്ടുള്ളത് ചോദിച്ചു കഴിഞ്ഞാല് ഇങ്ങനെ ചാടി ചാടി നടക്കും അല്ലെ. നമ്മൾ എത്ര വിചാരിച്ചു കഴിഞ്ഞാലും മനസ്സിനെ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റില്ല. അങ്ങനെ പിടിച്ചു നിർത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സ്പിരിച്വൽ പൊട്ടൻസി, ആ ശക്തി കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ. അപ്പൊ അതിന് ആരുടെ അനുഗ്രഹം വേണം? നമ്മുടെ ഗുരുവിന്റെയും ഭഗവാന്റെയും അനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിനെ പിടിച്ചു നിർത്താൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ അത് വച്ചിട്ട് അതാണ് അദ്ദേഹം അങ്ങനെ ഒരു പാട്ട് ഒരു ശ്ലോകം എഴുതിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു കീർത്തനം എഴുതിയിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള കീർത്തനമാണ്. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള ഒരു കീർത്തനമാണ് അല്ലെ. അപ്പൊ നമുക്ക് ഇന്ന് അതിനെ കുറിച്ചിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. കാര്യം അന്നത്തെ ക്ലാസ്സിൽ ഇല്ലാത്ത ഒരുപാട് ആരെങ്കിലും ഒക്കെ ഉണ്ടാവുമല്ലോ. അതല്ല, ഇത് എത്ര പ്രാവശ്യം കേട്ടാലും നമുക്ക് മതിയാവില്ല. എനിക്ക് വളരെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു കീർത്തനമാണ്. അപ്പൊ നമുക്ക് ഇന്നത് തുടങ്ങാം. എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഞാൻ തുടങ്ങുകയാണ്. കൃഷ്ണ. ഭജഹുരേ മന ശ്രീനന്ദനന്ദന അഭയ ചരണര വിന്ദരേ. ഭജഹുരേ മന ശ്രീനന്ദനന്ദന അഭയ ചരണര വിന്ദരേ. ദുർലഭമാനവ ജനമ സത്സംഗേ. ദുർലഭമാനവ ജനമ സത്സംഗേ. തരോഹോ യേ ഭവ സിന്ധുരേ. തരോഹോ യേ ഭവ സിന്ധുരേ. എന്താണ് അതിന്റെ അർത്ഥം? നമുക്ക് ആ അർത്ഥം കൂടെ നോക്കിയിട്ട് പോവാം. ഇവിടെ പറയുന്നത്, ഹേ മനസ്സേ, എന്റെ മനസ്സേ, അല്ലയോ മനസ്സേ, എന്റെ പ്രിയ മനസ്സേ, എനിക്ക് സന്തോഷവും ദുഃഖവും എല്ലാം തരുന്ന ആ മനസ്സ്, അത് ഒരുവനെ ഭയരഹിതനാക്കുന്ന നന്ദപുത്രന്റെ അല്ലെ പത്മപാദങ്ങളെ പൂജിക്കണം. ഭജഗുരേ മന ശ്രീനന്ദനന്ദന. നന്ദപുത്രന്റെ ആരാണ്? ഭഗവാൻ കൃഷ്ണൻ അല്ലെ. അദ്ദേഹത്തിന്റെ പാദപദങ്ങൾ അതാണ് പത്മപാദങ്ങളെ പൂജിക്കണം, നമസ്കരിക്കണം അല്ലെ. മനഹുരേ മന ഭജഹുരേ. ഭജഹുരേ നമ്മള് ഭജിക്കണം. ഹുരേ മനസ്സ് അല്ലെ. ശ്രീനന്ദനന്ദന, ശ്രീനന്ദനന്ദനന്റെ അഭയ ചരണര വിന്ദരേ. ഈ അപൂർവമായ മനുഷ്യജന്മം ദുർലഭമാനവം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. മാനവ ജന്മം അല്ലെങ്കിൽ മനുഷ്യജന്മം ദുർലഭമാണ്. അതാണ് നമ്മൾ പാഴാക്കി കളയുന്നത് കൃഷ്ണ അല്ലെ. നമുക്ക് എന്തുമാത്രം പുണ്യം ചെയ്താലാണ് നമുക്ക് ഒരു മനുഷ്യജന്മം കിട്ടുക. പക്ഷേ നമ്മളത് പൂച്ചകളെയും നായ്ക്കളെയൊക്കെ പോലെ ജീവിച്ചു തീർക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. ഞാൻ ഇവിടെ ഇരിക്കുന്ന ആൾക്കാരെ കുറിച്ചിട്ടല്ല പറയാ, പിന്നെ ഇതിനെ കുറിച്ചൊന്നും അറിഞ്ഞിടാത്ത ആൾക്കാരെ കുറിച്ചിട്ടാണ് അദ്ദേഹം ഇവിടെ വിലപിക്കുന്നത് അല്ലെ. ഈ അപൂർവമായ മനുഷ്യജന്മം നേടിയ ശേഷം അല്ലെ, മുതിർന്ന ഭക്തന്മാരെ സഹവസിച്ചുകൊണ്ട് ഈ ലൗകിക അസ്തിത്വത്തിന്റെ സമുദ്രം കിടക്കുകയാണ് അല്ലെ. അപ്പൊ നമ്മള് എന്ത് ചെയ്യണം? മുതിർന്ന ഭക്തന്മാരുമായി സഹവസിക്കണം അല്ലെ. നമ്മളെ വലിയ ആചാര്യന്മാർ, നമുക്കുള്ള ആചാര്യന്മാർ, നമ്മൾ അതിന് ഒരുപാട് സമ്പത്തുള്ളവരാണ്.
കാര്യം ഇസ്കോണിൽ നമുക്ക് ഒത്തിരി എന്താണ് മുതിർന്ന ഭക്തന്മാരുണ്ട്. നമുക്കിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാനായിട്ട് പറ്റും, സമുദ്രം പോലെ കിടക്കുക. അത്രയ്ക്ക് ആൾക്കാരുണ്ട് അല്ലെ, അത്രയ്ക്ക് അവരെല്ലാം നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊക്കെ കേട്ട് മര്യാദയ്ക്ക് നമ്മള് ഭഗവാന്റെ അല്ലെ എന്താണ് സദാഹരിയായിട്ട് ജീവിച്ചു കഴിഞ്ഞാല് അതിനു വേണ്ടിയാണ് നമുക്ക് ഈ ജന്മം തന്നിരിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലെ. അപ്പോ എന്താണ്, ഹേ മനസ്സേ, ഒരുവനെ ഭയരഹിതനാക്കുന്ന നന്ദപുത്രന്റെ ആത്മപാദങ്ങളെ പൂജിക്കണം. ഈ അപൂർവമായ മനുഷ്യജന്മം നേടിയ ശേഷം അല്ലെ മുതിർന്ന ഭക്തന്മാരുമായി സഹവസിച്ചുകൊണ്ട് ഈ ലൗകിക അസ്തിത്വത്തിന്റെ സമുദ്രം കടക്കുക എന്നാണ്. അപ്പൊ ഈ ലൗകിക അസ്തിത്വത്തിന് ഒരു വലിയ സമുദ്രം പോലെയാണെന്നുള്ളത് മനസ്സിലായി അല്ലെ. അത് കിടക്കാനായിട്ട് അത്ര എളുപ്പമല്ല. പക്ഷെയോ ഈ മുതിർന്ന ഭക്തന്മാരുടെ പാത പിന്തുടർന്നു കഴിഞ്ഞാല് നമുക്കത് വളരെ എളുപ്പം അല്ലെ. അതായത് ഒരു പശുക്കിടാവിന്റെ കുളമ്പടിയില് ഉണ്ടാകുന്ന എന്തുമാത്രം വെള്ളമാണോ അത് ചാടിക്കിടക്കുന്നത് പോലെ അത്രയും എളുപ്പമാണ്. നമ്മൾ ചെറിയൊരു കയ്യിലെടുത്ത് വെച്ചാൽ പോരെ, അത്രയും എളുപ്പമാവും. എന്താണ് ഈ മുതിർന്ന ഭക്തന്മാരുടെയൊക്കെ പാത പിന്തുടർന്നാല് എന്നാണ് ഇവിടെ ഈ ഭക്തൻ പാടുന്നത്. നോക്കൂ എന്ത് രസമാണ് അല്ലെ. സീത പാദപരീസന യദിന ജാമിനി ജാഗിരേ വിഫല സേവിനു കൃപന ദുരജന വിഫല സേവിനു കൃപന ദുരജന ചപല ശുഭലാഭ ലാഗിരേ സഫല ശുഭലാഭ ലാഗിരേ. എന്താണ്, വെയിലും തണുപ്പും കാറ്റും മഴയും സഹിച്ച് ഞാൻ രാവും പകലും ഉറക്കമില്ലാതെ തുടരുന്നു അല്ലെ. മിന്നി മറയുന്ന സന്തോഷത്തിനായി ഞാൻ ദുഷ്ടന്മാരെയും പിശുക്കന്മാരെയും വെറുതെ സേവിച്ചു അല്ലെ. നമ്മളെ ഒരു ഓഫീസിൽ പോയി കഴിഞ്ഞാല് നമ്മൾ ആരെയെ സേവിക്കുക? വളരെ പിശുക്കന്മാരായിട്ട് അല്ലെ. പിശുക്കെന്ന് പറഞ്ഞാല് അവർക്ക് സ്നേഹം തരാനില്ല അല്ലെ, അവർ പൈസയും തരത്തില്ല, പിന്നെ അവർക്ക് ഭക്തി തരാനില്ല അല്ലെ. അങ്ങനെയുള്ള പിശുക്കന്മാർ അല്ലെ. പിശുക്കന്മാരെ വെറുതെ ഞാൻ സേവിക്കുകയാണ്. അവർക്ക് എന്തെങ്കിലും ഒരു ബ്ലെസ്സിങ് നമുക്ക് തരാൻ പറ്റുമോ? ഇല്ല. രാവിലെ തൊട്ട് വൈകിട്ട് വരെ ജോലി ചെയ്ത് കഴിഞ്ഞാൽ അവർ നമ്മളെ കുറ്റം കണ്ടുപിടിച്ച് നമ്മൾ ചീത്ത പറയുന്നതാണ് മാത്രമാണ് നമുക്ക് ബാക്കിയുള്ളത് അല്ലെ. നമ്മൾ അവരെ സേവിക്കാനായിട്ട് ആ ഇവിടെ ദുഷ്ടന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് സ്പിരിച്വലി യാതൊരു ഉപയോഗവും ഇല്ലാത്ത ആൾക്കാരാണ് അല്ലെ. അങ്ങനെയുള്ള ആൾക്കാർ, അല്ലെങ്കിൽ എന്താണ്, ഭഗവാന്റെ കാര്യത്തിന് ഒരു താല്പര്യവും ഇല്ലാത്ത ആൾക്കാരെന്നർത്ഥം. അതുകൊണ്ടാണ് ഇവിടെ ദുഷ്ടന്മാരെന്ന് പറയുന്നത്. വിഫല സേവിനും കൃപന ദുർജന അല്ലെ. പിശുക്കന്മാരും ദുഷ്ടന്മാരും കൃപന എന്ന് പറഞ്ഞാൽ പിശുക്കന്മാർ അല്ലെ. കൃപൻ അല്ലെ എന്ന് പറയും നമ്മൾ, പിശുക്കന്മാരെന്ന് പറയും. ഇതാണ് പിശുക്ക്. അവർക്കൊന്നും ഇല്ല അവരെ കയ്യിൽ തരാനായിട്ട് അല്ലെ. എന്നാൽ ജോലി ചെയ്തതിന് ശമ്പളം തരും, അതുമില്ല. നമ്മള് അവരെ ഇങ്ങനെ സന്തോഷിപ്പിക്കാനായിട്ട് അല്ലെ വെയിലും തണുപ്പും കാറ്റും മഴയും സഹിച്ച് നമ്മൾ രാവും പകലയും ഉറക്കമില്ലാതെ തുടരുന്നു. നമ്മളിപ്പോ IT ഡിപ്പാർട്ട്മെന്റിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരെ പോയി നോക്കിക്കഴിഞ്ഞാൽ അവരെന്താ ചെയ്യുന്നത്? രാവിലെ ഒരു 9 മണിക്ക് കയറി കഴിഞ്ഞാല് രാത്രി 12 മണി വരെ ഇതിന്റെ ഫ്രണ്ട് ഇരിക്കുവാണ്, ലാപ്ടോപ്പിന്റെ ഫ്രണ്ട് ഇരിക്കുവാണ്. കിടുകിടാ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും അല്ലെ. ഇവരിങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫാമിലിയെ നോക്കാൻ സമയമില്ല അല്ലെ. എന്താണ്, ഭഗവാന്റെ കാര്യങ്ങൾ നോക്കാൻ സമയമില്ല. എന്താണ് സ്വന്തം സാധന ചെയ്യാൻ സമയമില്ല. അവസാനം ഒരു 12 ആകുമ്പോഴത്തേന് ഇങ്ങനെ വെള്ളത്തിൽ വീണ കോഴിയെ പോലെ അല്ലെ. അവരുടെ ജീവിതം തീർന്നു, അവരുടെ ദിവസം തീർന്നു. അപ്പോ അതാണ് ഇവിടെ പറയുന്നത്. എന്താണ്, ആണെങ്കിലോ കാറ്റാണെങ്കിലോ മഴയാണെങ്കിലോ ഒന്നും നോക്കാതെ അതെല്ലാം സഹിച്ച് നമ്മൾ രാവും പകലും ഉറക്കമില്ലാതെ തുടരുന്നു. എന്തിന്? നമ്മുടെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടി തുടരുന്നു. മിന്നി മറയുന്ന സന്തോഷത്തിനായി അല്ലെ. അതായത് അത് ശാശ്വതമല്ല, മിന്നി മറഞ്ഞു പോകും. മിന്നി മറയുന്ന സന്തോഷത്തിനായി ഞാൻ എന്ത് ചെയ്യുന്നു? വല്ലവരെയും വല്ല ദുഷ്ടന്മാരുടെയും പിശുക്കന്മാരുടെയും ഒക്കെ സേവ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. ആ സമയത്ത് നമ്മൾ ഭഗവാനെ ഓർക്കാനേ പറ്റുന്നില്ല അല്ലെ. വളരെ വിഷമത്തോടു കൂടിയാണ് അല്ലെ ഈ ഭക്തന് അത് പാടും. ഹേ ധന യൗവന പുത്ര പരിജന ഇതേക്ക് അചെ പര ധീരേ. ഹേ ധന യൗവന പുത്ര പരിജന ഇതേക്ക് അചെ പര ധീരേ. കമല ദല ജല ജീവന തല മല ഭജഹു ഹരിപദ നീതിരേ. കമല ദല ജല ജീവന തല മല
ഭജഹു ഹരിപദ നീതിരേ. എന്താ അവിടെ പറയാ? ഒരുവന്റെ എല്ലാ സമ്പത്തിലും യൗവനത്തിലും എന്താണ് പുത്രന്മാരിലും ബന്ധുക്കളിലും യഥാർത്ഥ സന്തോഷത്തിന്റെ എന്തുറപ്പാണുള്ളത്? അല്ലെ? നമ്മള് എന്താണ് മാമ്പൂ കണ്ടിട്ട് കൊതിക്കാൻ പാടില്ല എന്ന് പറയത്തില്ലേ? അതുപോലെയാണ് നമ്മൾ മക്കളെയൊക്കെ കണ്ടിട്ടല്ലേ അവർക്ക് വേണ്ടി ജീവിതം അങ്ങനെ ഒഴിഞ്ഞു വച്ച് അവർക്ക് വേണ്ടി ജീവിച്ച് നമ്മുടെ സുഖങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് അവരെ ഇങ്ങനെ അല്ലെ വളർത്തിക്കൊണ്ട് വരികയാണ്. എന്തിനാണ്? നമ്മളെ തീർച്ചയായിട്ടും അവർ സന്തോഷത്തോടെ സ്നേഹത്തോടെ നോക്കുമെന്നുള്ള ഒരു ഉറപ്പിലാണ് നമ്മൾ നോക്കുന്നത്, അല്ലേ? അപ്പോ പക്ഷേ അവര് നമ്മൾ നോക്കുന്ന എന്തുറപ്പാണ്? ഇവിടെ ഇപ്പോ ഉള്ള വീടുകളിൽ ഏത് വീട്ടിൽ പോയി കഴിഞ്ഞാലും അവിടെ ഭാര്യയും ഭർത്താവും, വയസ്സായ ഭാര്യയും ഭർത്താവും ഒറ്റയ്ക്ക് കഴിയുക, അല്ലേ? ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭാര്യ ഒറ്റയ്ക്ക്, ഭാര്യ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭർത്താവ് ഒറ്റയ്ക്ക്, ആരും ഇല്ല നോക്കാൻ. മക്കള് രണ്ടുപേരുണ്ട്, ഒരാൾ അങ്ങ് കാനഡയിലും ഒരാൾ അങ്ങ് ഓസ്ട്രേലിയയിലും, അല്ലേ? ഇവിടുന്ന് ഒരു 15 മണിക്കൂർ യാത്ര ചെയ്ത 20 മണിക്കൂർ യാത്ര ചെയ്താലേ അവിടെ എത്തുള്ളൂ. ഇവിടുന്ന് ഇങ്ങോട്ടൊരു 15 മണിക്കൂർ യാത്ര ചെയ്താലേ അവിടെ എത്തുള്ളൂ, അല്ലേ? 2 കൊല്ലത്തിൽ ഒരിക്കൽ ഒരു വന്നൊന്ന് കണ്ടാലായി, കണ്ടില്ലെങ്കിലായി, അല്ലേ? ഇങ്ങനെ ഇരിക്കുവാണ്. നമ്മള് ഒറ്റപ്പെട്ടു, അല്ലേ? എന്താണ്? ഒരുവൻ എല്ലാ സമ്പത്തിലും യൗവനത്തിലും പുത്രന്മാരിലും ബന്ധുക്കളിലും യഥാർത്ഥ സന്തോഷത്തിന്റെ എന്തുറപ്പാണുള്ളത്? നമ്മളെ സമ്പത്ത് വാരി കൂട്ടുന്നു, അത് നമ്മളെ സഹായിക്കുമെന്നുള്ള എന്തുറപ്പാണ്, അല്ലേ? പിന്നെ നമ്മൾ എപ്പോഴും ഇങ്ങനെ ആരോഗ്യമായിട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു, എന്തുറപ്പാണ്, അല്ലേ? നമ്മളെ പുത്രന്മാരില് മക്കളില് നമുക്കൊരു ഉറപ്പുണ്ട്, അല്ലേ? അത് എന്തുറപ്പാണ്? പിന്നെ നമ്മൾ ചിലപ്പോൾ ബന്ധുക്കൾ, അല്ലേ? ചിലർ പറയില്ലേ, എന്റെ ബന്ധുക്കളെയൊക്കെ നോക്കി നോക്കി ഞാൻ ഈ പരുവായിരുന്നു. ബന്ധുക്കൾ അവര് കാര്യം എന്താണ്? വയസ്സാകുമ്പോൾ അവർ നമ്മളെ നോക്കുന്നുള്ള ഒരു ഉറപ്പിലാണ് നമ്മൾ അതൊക്കെ ചെയ്തു പോകുന്നത്, അവരോടുള്ള സ്നേഹം കൊണ്ട് ചെയ്തു പോകുന്നത്. ഇതൊന്നും വേണ്ടെന്നല്ലേ പറയുന്നത്, ഇതെല്ലാം വേണം. പക്ഷേ അവരൊക്കെ നമ്മളെ നോക്കും എന്നുള്ളതിന്, അവർ തിരിച്ച് ആ സന്തോഷം തരും എന്നുള്ളതിന് എന്തുറപ്പാണ് നമുക്കുള്ളത്, അല്ലെ? അവരൊക്കെ അവരുടെ കാര്യങ്ങൾ സാധിക്കുമ്പോൾ അവർ പോവും, അവര് കൊഴി തട്ടി പോവും, അല്ലേ? ഒരുപാട് ആൾക്കാർക്ക് അങ്ങനെ അനുഭവങ്ങളുണ്ട്. എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല. നന്നായിട്ട് നോക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്, അല്ലെ? പൊന്നുപോലെ നോക്കുന്ന ആൾക്കാർ. എനിക്ക് എൻ്റെ ഒരു അപ്പച്ചിയുടെ മകനുണ്ടായിരുന്നു. അദ്ദേഹം കോടതിയിലെ ക്ലർക്കായിരുന്നു. അദ്ദേഹത്തിന് 7 സഹോദരിമാരായിരുന്നു. ഈ 7 സഹോദരിമാരെയും അദ്ദേഹം കല്യാണം കഴിപ്പിച്ചു വിട്ടപ്പോ അദ്ദേഹത്തിന് 19 വയസ്സായി. പിന്നെ അദ്ദേഹം കല്യാണം കഴിച്ചില്ല, അല്ലേ? അദ്ദേഹം ഒറ്റയ്ക്കായിരുന്നു. ഈ സഹോദരിമാരെയും ഈ ബാധ്യതയൊക്കെ കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന് വയസ്സായി, അദ്ദേഹത്തിന് കല്യാണം കഴിക്കാൻ പറ്റിയിട്ടില്ല, അല്ലേ? ആരും അദ്ദേഹത്തിന് വെച്ച് കല്യാണം കഴിക്കാൻ പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് ഒറ്റപ്പെട്ട് താമസിച്ചു. പക്ഷേ ഈ 7 സഹോദരങ്ങളും പൊന്നുപോലെ നോക്കിയാണ് അദ്ദേഹത്തിന്. അവസാന കാലത്ത് കുറേ ദിവസം ആശുപത്രിയിലേക്കായിരുന്നു, അല്ലെ? അപ്പോഴൊക്കെ ഈ 7 പേരും കുടുംബസഹിതം അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ വളരെ വിരളമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ, അല്ലെ? അങ്ങനെ സഹോദരനെ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല ഈ ലോകത്ത്, അല്ലെ? അങ്ങനെയുള്ളവരുണ്ട്. നേരെ മറിച്ച് ഈ 7 പേരും പറന്ന് അവരവരെ വഴിക്ക് പോയിരുന്നെങ്കിൽ ഈ പാവം എന്ത് ചെയ്യുമായിരുന്നു? അല്ലെ? അതാണ് ഇവിടെ പറയുന്നത്. നമ്മൾ ബന്ധുക്കളിലും യഥാർത്ഥ സന്തോഷത്തിന്റെ എന്തുറപ്പാണ് നമുക്കുള്ളത് എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. താമര ഇതളിലെ ഒരു തുള്ളി വെള്ളം പോലെ ഈ ജീവിതം ആടി ഒലിയുകയാണ്, അല്ലെ? താമരയിലയിൽ വെള്ളം വീഴുമ്പോ കണ്ടിട്ടില്ലേ? കാറ്റടിക്കുമ്പോ താമരയില ഇങ്ങനെ അനങ്ങും, അല്ലെ? അപ്പൊ എന്താണ് ഈ വെള്ളം ഇങ്ങനെ ആടി ഒലയും. അതുപോലെയാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്, അല്ലെ? നമ്മുടെ ജീവിതം അങ്ങനെയാണ്, അത് ആടി ഒലയാണ്, എപ്പോ വേണേലും താഴെ വീഴും, അല്ലെ? അതിനാൽ നമ്മൾ എപ്പോഴും ഭഗവാൻ ഹരിയുടെ പാദപത്മത്തെ പൂജിക്കണം, അതാണ് അല്ലെ? അപ്പൊ നമ്മള് വേറെ ഒന്നിലും നമ്മള് ആശ്രയം പാടില്ല. പിന്നെ ആരെ ആശ്രയിക്കണം? നമ്മള് ഹരിയെ ആശ്രയിക്കണം, ഭഗവാനെ ആശ്രയിക്കണം എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഏ ധന യൗവന പുത്ര പരീക്ഷണ ഇതേ പര തീരേ. ഏ ധന യൗവന പുത്ര പരീക്ഷണ. ഞാൻ ക്ലാസ്സിലാണ്, ഞാൻ തിരിച്ചു വിളിച്ചോട്ടെ. ഹരേ കൃഷ്ണ. ക്ലാസ് ഉണ്ടെന്നോ വ്യാഴാഴ്ച? ശരി, ഞാൻ വിളിക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സോറി, എൻ്റെ അമ്മയാണ്. ഈ സമയത്താണ് ഞാൻ വിളിക്കുന്നത്. ഓക്കെ, വിളിച്ച് ഇങ്ങോട്ട് വിളിക്കാത്തതുകൊണ്ട് കേൾക്കാത്തതുകൊണ്ട് തിരിച്ച് ഇങ്ങോട്ട് വിളിച്ചതാ.
സോറി ഫോർ ദാറ്റ്. അപ്പൊ ഇവിടെ എന്താ പറയുക, ഈ ധനം അല്ലെ, യൗവനം പുത്ര പരിജന ഇതക്കിയാച്ചെ പരാതീതിരേ കമലദല ജല ജീവന തലമല ഭജഹു ഹരിപദ നീതിരേ. അല്ലെ, നമ്മൾ എന്ത് ചെയ്യണം? ഹരിപദ, ഭഗവാനെ നമ്മൾ നമസ്കരിക്കണം. ഹരിയെ, ഭഗവാൻ കൃഷ്ണനെ നമ്മൾ ആരാധിക്കണം. നമ്മളെപ്പോഴും ഭഗവാൻ ഹരിയുടെ പാദപത്മത്തെ പൂജിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. എന്ത് മനോഹരമായിട്ടാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അല്ലെ. ശ്രവണ കീർത്തന സ്മരണ വന്ദന പാദസേവന ദാസ്യരേ. ശ്രവണ കീർത്തന സ്മരണ വന്ദന പാദസേവന ദാസ്യരേ. പൂജന സഖി ജന ആത്മനിവേദന, പൂജന സഖി ജന ആത്മനിവേദന ഗോവിന്ദ ദാസാഭിലാഷ രേ. ഗോവിന്ദ ദാസ അഭിലാഷ രേ. അല്ലെ, ഭഗവാൻ ഹരിയുടെ മഹത്വം കേൾക്കാനും അവന്റെ മഹത്വം ജപിക്കുവാനും ഭഗവാനെ നിരന്തരം സ്മരിക്കുവാനും പ്രാർത്ഥനകൾ അർപ്പിക്കുവാനും ഭഗവാന്റെ താമര പാദങ്ങളെ സേവിക്കുവാനും ഭഗവാന്റെ ദാസനാകാനും ഭഗവാനെ ആരാധിക്കാനും സ്നേഹിതനായി സ്നേഹിക്കാനും അല്ലെ, അവനവനെ തന്നെ പൂർണ്ണമായും സമർപ്പിക്കുവാനും അല്ലെ, അങ്ങനെയുള്ള ഗോവിന്ദദാസനെ ഞാൻ ആഗ്രഹിക്കുന്നു അല്ലെ. ഗോവിന്ദദാസനാവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മനസ്സിലായില്ലേ? അതാണ് ശ്രവണം, കീർത്തനം, സ്മരണം, വന്ദനം, പാദസേവനം, ദാസ്യം, പൂജന സഹിജന ആത്മനിവേദന, സമർപ്പിക്കാനായിട്ട് അല്ലെ, ആ ഗോവിന്ദദാസ അല്ലെ, ആ ഗോവിന്ദന്റെ ദാസനാവാനായിട്ട് എന്റെ അഭിലാഷം, എന്റെ താല്പര്യം അല്ലെ. നമുക്കതല്ലേ വേണ്ടത്. അപ്പൊ എന്ത് ചെയ്യണം? ആ മഹത്വം, നമ്മൾ ആ മഹത്വം കേൾക്കണം അല്ലെ. എല്ലാ ദിവസവും നമ്മൾ ഭഗവാന്റെ ഹരിയുടെ മഹത്വം കേട്ട് കഴിഞ്ഞാലേ നമുക്ക് ആ പ്രേമം വരുള്ളൂ അല്ലെ, അല്ലെങ്കിൽ ആ സ്നേഹം, ഒരു അറ്റാച്ച്മെന്റ് വരുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഏതാണോ കൂടുതൽ കേൾക്കുന്നത് അതിനോടായിരിക്കും നമുക്ക് അറ്റാച്ച്മെന്റ്, നമുക്ക് താല്പര്യം. മനസ്സിലായില്ലേ? അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. ഇപ്പൊ നമ്മള് ഈ മൊബൈലില് ഏതെങ്കിലും ഒരു കാര്യം ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ എന്താണ് ചെക്ക് ചെയ്തുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ സെർച്ച് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാല് പിന്നെ നമ്മൾ എന്ത് സെർച്ച് ചെയ്യാൻ തുടങ്ങുമ്പോഴും അത് പെട്ടെന്ന് വരും. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഇങ്ങനെ എപ്പോഴും നമുക്ക് തന്നുകൊണ്ടിരിക്കും. മനസ്സിലായി? കണ്ടിട്ടില്ലേ? ഇല്ലേ? നമ്മൾ എന്ത് ചെയ്താലും അത് ഗൂഗിൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഗൂഗിളിനറിയാം നമുക്ക് എന്താണ് താല്പര്യം. അപ്പൊ ആ താല്പര്യമുള്ള കാര്യങ്ങളായിരിക്കും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ചോദിക്കത്ത പോലും ഇല്ല, ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അല്ലേ. അതാണ്. അപ്പൊ അതൊരു ഉദാഹരണമാണ്. അതായത് നമ്മള് ആരെ കുറിച്ചിട്ടാണോ എപ്പോഴും കേട്ടോണ്ടിരിക്കുന്നത് അവനെ കുറിച്ചുള്ള സ്മരണ നമുക്ക് വരുന്നതാണ്. എന്തിനെ കുറിച്ചിട്ടാണോ നമ്മൾ എപ്പോഴും സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്, അതിന്റെ സ്മരണ നമുക്ക് എപ്പോഴും വന്നുകൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതെല്ലാം പറിച്ചു കളഞ്ഞിട്ട് നമ്മൾ ഹരിയെ അവിടെ സ്ഥാപിക്കും അല്ലേ. ഭഗവാനെ അവിടെ സ്ഥാപിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ, ഗൂഗിൾ സെർച്ച് ചെയ്താലും ഭാഗവതം ശ്ലോകം അല്ലെ, ഭഗവത്ഗീത ശ്ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. അതാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ എപ്പോഴും നമുക്ക് ഹരിയുടെ എന്താണ് ആ ഒരു സ്മരണ ഉണ്ടാവും. ഭഗവാന്റെ മഹത്വം ജപിക്കണം നമ്മൾ അല്ലെ. മഹത്വം നമ്മൾ ജപിക്കണേ, നമ്മൾ എന്താണ്, നമ്മൾ ഗ്ലോറിഫൈ ചെയ്യാണ് ചെയ്യുന്നത് അല്ലെ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ അല്ലെ. ഭഗവാന്റെ മഹത്വം ജപിക്കുവാനും ഭഗവാനെ നിരന്തരം സ്മരിക്കുവാനും എപ്പോഴും നമ്മൾ സ്മരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതുമായിട്ടായിരിക്കും. നമ്മൾ എവിടെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ എല്ലാം ഭഗവാന്റെ ഫോട്ടോ ആയിരിക്കണം അല്ലെ. നമ്മളെയൊക്കെ വീട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞാല് അവിടെ നമ്മുടെ ഫാമിലി ഫോട്ടോ ഉണ്ടാവും, പിന്നെ നമ്മുടെ ബന്ധുക്കളുടെ എല്ലാവരെയും ഫോട്ടോ ഉണ്ടാവും, മരിച്ചുപോയ എല്ലാവരുടെയും ഫോട്ടോ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നു അല്ലേ. ചിലർക്ക് അത് എടുത്ത് മാറ്റി വയ്ക്കാൻ പറ്റൂല, പക്ഷേ അത് വയ്ക്കണ്ട. പകരം നമ്മൾ ഭഗവാന്റെ ഫോട്ടോയാണ് വയ്ക്കേണ്ടത് അല്ലേ. എനിക്ക് വലിയ പ്രയാസമായിരുന്നു ഇതൊക്കെ എടുത്ത് മാറ്റി വയ്ക്കാനായിട്ട്. കാരണം യെസ്, ഹരേ കൃഷ്ണ, ഒന്നും കേൾക്കുന്നില്ലേ? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ലല്ലോ. സോറി, ഓക്കെ, നോ പ്രോബ്ലം. അപ്പോ എന്താണ്, അപ്പോ അത് നമ്മൾ മാറ്റി വെച്ച് നമ്മൾ ഭഗവാന്റെ ഫോട്ടോയാണ് നമ്മൾ അവിടെ വയ്ക്കേണ്ടത് അല്ലേ.
അപ്പോ നമ്മൾ എവിടെ നോക്കിക്കഴിഞ്ഞാലും ഭഗവാന്റെ ഫോട്ടോ ആയിരിക്കും. എപ്പോഴും നമുക്ക് സ്മരണ കിട്ടും, ഭഗവാന്റെ സ്മരണ കിട്ടും, അല്ലേ? നമ്മളിപ്പോ ഓരോ ഫോട്ടോയിൽ നോക്കിക്കഴിഞ്ഞാൽ ആ ലീല നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരും, അല്ലേ? ഇപ്പൊ ഗോവർദ്ധനമാണ് വെച്ചിരിക്കുന്ന ഗോവർദ്ധന അറിഞ്ഞു വരും, അല്ലേ? രാസലീലയാണെങ്കിൽ രാസലീല, അല്ലെങ്കിൽ ഭഗവാൻ നമ്മുടെ ഗുരുവായൂരപ്പനെയാണ് വെച്ചിരിക്കുന്നത്, നമ്മൾ ഗുരുവായൂരെ പോയി നമ്മൾ തൊഴുന്ന തോന്നും, അല്ലേ? അങ്ങനെ ആ സ്മരണ വരാനായിട്ട് എളുപ്പമാണ് എപ്പോഴും നമ്മളിങ്ങനെ കാര്യം. എന്താണ് 10 പ്രാവശ്യം പറയുന്നതിനേക്കാളും ഒരു ഫോട്ടോ അവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണുമ്പോൾ അതിന് ഭയങ്കര എഫക്റ്റ് ആണ്, നമ്മുടെ മനസ്സിലേക്ക് അത് പതിയും, അല്ലേ? അപ്പൊ അത് നമുക്കത് സ്മരിക്കാനും വളരെ എളുപ്പമായി. അതുകൊണ്ടാണ് നമ്മൾ എവിടെയും നമ്മൾ ഭഗവാന്റെ ഫോട്ടോ വയ്ക്കുന്നത്, അല്ലേ? ഒരനർത്ഥം ഉണ്ടാവില്ല വീട്ടിനകത്ത്, എപ്പോഴും ഐശ്വര്യമായിരിക്കും. എന്താണ്, എവിടെ നോക്കിയാലും ഭഗവാനാണ്. അപ്പൊ നമ്മൾ അങ്ങനെ വേണം ചെയ്യാനായിട്ട്. അപ്പൊ ഭഗവാന്റെ മഹത്വം ജപിക്കുവാനും ഭഗവാനെ നിരന്തരം സ്മരിക്കുവാനും പ്രാർത്ഥനകൾ അർപ്പിക്കുവാൻ നമ്മൾ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം, അല്ലെ? ഹരേ കൃഷ്ണ മഹാമന്ത്രം പറഞ്ഞുകൊണ്ട് ഭഗവാന്റെ താമരപാദങ്ങളെ സേവിക്കുവാനും, അല്ലെ? ഇപ്പൊ നമുക്കറിയാം ഒരുപാട് അവസരങ്ങൾ വരികയാണ് ഭഗവാനെ സേവിക്കാനായിട്ട്. അങ്ങനെ ഭഗവാനെ സേവിക്കാനായിട്ട് റെഡി ആയിരിക്കുന്നവരൊക്കെ ഓടിഞ്ഞു പോരെ, ഇവിടെ ഇഷ്ടംപോലെ സേവയുണ്ട്. ഭഗവാന്റെ ദാസനാകാനും ഭഗവാനെ ആരാധിക്കാനും സ്നേഹിതനായി സേവിക്കാനും നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഭഗവാനെ സ്നേഹിക്കാം, അല്ലെ? സ്നേഹിതനാക്കാം, അല്ലെ? എന്താണ്, കാമുകനാക്കാം, പിന്നെ അച്ഛനാക്കാം, ചേട്ടനാക്കാം, എങ്ങനെ വേണമെങ്കിലും ഭഗവാനെ സ്നേഹിക്കാം. കൊച്ചുകുട്ടിയാക്കാം, നമുക്ക് സ്നേഹിക്കാൻ കുഴപ്പമില്ല. ഓരോരുത്തര് ഭഗവാനെ കൊണ്ട് നടക്കുന്നുണ്ട്, കാരണം അവർക്ക് അത് വിടാൻ പറ്റത്തില്ല. ബിക്കോസ് ദേ ആർ സോ മച്ച് അറ്റാച്ച് ടു ശ്രീകൃഷ്ണ. അപ്പൊ അതുകൊണ്ടാണ് അവരങ്ങനെ കൊണ്ട് നടക്കുന്നത്. ഒരു നിമിഷം പോലും അവർ എന്തൊക്കെ ചെയ്താലും അതൊക്കെ ഭഗവാന് കൊടുക്കും. അതൊക്കെ ആ ഓരോരുത്തരുടെ അറ്റാച്ച്മെന്റ് ആണ്, അല്ലേ? നമ്മളത് ഒരുപാട് പ്രോത്സാഹിപ്പിക്കുന്നില്ല എങ്കിലും ചില ആൾക്കാർക്ക് ഭയങ്കര താല്പര്യമാണ്. അവർ വേറെ ഒന്നും, അവരെ ആരെയും കൊണ്ടുപോകില്ല, അല്ലേ? അവര് ഭഗവാനെ കൊണ്ടാ നടക്കുക, അല്ലെ? നമ്മളത് കാണുന്നുണ്ട്. സ്നേഹിതനായി സേവിക്കാനും, അല്ലെ? പിന്നെയോ അവനവനെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുവാൻ, അല്ലെ? ഭഗവാന്റെ ദാസനായിട്ട്. അപ്പോ എനിക്ക് എന്താണ്, ഭഗവാന്റെ ദാസനാവാനാണ് എനിക്ക് ആഗ്രഹം എന്നാണ് ഈ ശ്ലോകം പറഞ്ഞത്, അല്ലെ? ഭജഹുരേ മന ശ്രീനന്ദനന്ദന അഭയ ചരണരവിന്ദരേ. മനസ്സിനോട് ചോദിക്കുകയും ചെയ്യുന്ന മനസ്സിനോട് ചോദിക്കുന്ന ഒരു കീർത്തനമാണ് മന എന്നാൽ മനസ്സ്. കാരണം ഈ നിമിഷത്തിൽ നമ്മുടെ മനസ്സാണ് ഡ്രൈവർ, അല്ലെ? ഈ ശരീരം ഒരു കാർ പോലെയാണ്. നമ്മൾ പല ക്ലാസ്സുകളിലും അത് കേട്ടിട്ടുണ്ട്. ഭഗവത്ഗീതയിലും അത് പറയുന്നുണ്ട്. ഏത് ശ്ലോകമാണെന്ന് അറിയാമോ? 18ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, ഭ്രമയാൻ സർവഭൂതാനി യന്ത്രാരൂഢാനി മായയാ. പറഞ്ഞിട്ടില്ലേ? അതായത് നമ്മുടെ ശരീരം ഒരു യന്ത്രം പോലെയാണ്, കാറ് പോലെയാണ്. അതാണ് കാറായിട്ട് ഉപമിച്ചത്, അല്ലേ? അപ്പൊ മനസ്സോ, അതിലിരിക്കുന്ന ഡ്രൈവറാണ്. വണ്ടി ഓടിക്കുന്ന ആരാണ്? മനസ്സാണ്. ഈ ശരീരം ഈ ഭൗതിക പ്രകൃതിയാൽ നിർമ്മിച്ച ഒരു കാറാണ്. അർജുന, പരമേശ്വരൻ എല്ലാവരുടെയും ഹൃദയത്തിൽ വസിക്കുന്നു. ഭഗവാൻ എല്ലാവരുടെയും ഹൃദയത്തില് വസിക്കുന്നുണ്ട്. ഭൗതികമായ ഊർജത്താൽ നിർമ്മിച്ച ഒരു യന്ത്രത്തിൽ ഇരിക്കുന്ന എല്ലാ ജീവജാലങ്ങളും എന്ത് ചെയ്യാണ്? കാർ എങ്ങോട്ടൊക്കെ പോകുന്നു അങ്ങോട്ടൊക്കെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞുകൊണ്ടിരിക്കുക. മനസ്സിലായി? കാര്യം എന്താണ്? മനസ്സാണ് ഡ്രൈവർ, അല്ലേ? അപ്പൊ മനസ്സ് എവിടെയെല്ലാം പോകുന്നോ അവിടെയെല്ലാം നമ്മൾ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുവാണെന്ന്. അതാണ് ഇവിടെ അലഞ്ഞു തിരിയുകയാണെന്ന് പറഞ്ഞു. ഒരു ലക്ഷ്യബോധമില്ലാതെ അലഞ്ഞു തിരിയുകയാണ്, ഒരിടത്തും എത്തത്തില്ല. ജീവാത്മാവായിട്ടുള്ള ഞാൻ, അല്ലെ? ഞാൻ എന്ത് പറയുന്നത്? ഞാൻ ഭൗതിക പ്രകൃതി തയ്യാറാക്കിയ ഈ കാറിൽ ഇരിക്കുന്നു. എന്റെ ഡ്രൈവർ മനസ്സാണ്. പിന്നെ ഡ്രൈവർ എന്റെ നിയന്ത്രണത്തിലല്ല. തീർന്നു, നമ്മുടെ ജീവിതമേ പോയി. നമ്മുടെ ഡ്രൈവർ നമ്മുടെ നിയന്ത്രണത്തിലല്ല, അല്ലെ? നമുക്ക് പോവേണ്ടത് എറണാകുളത്താണ്, പക്ഷെ പുള്ളിക്കാരൻ പോകുന്നത് എവിടോട്ടാണ്? കന്യാകുമാരിയിലേക്ക് പോയിട്ടിരിക്കണം. നമുക്ക് വല്ലതും ചെയ്യാൻ പറ്റും? സ്റ്റിയറിംഗ് പുള്ളിക്കാരന്റെ കയ്യിലല്ലേ? നമുക്ക് ഡ്രൈവിംഗ് അറിയത്തില്ല. നമ്മൾ ഡ്രൈവറെ ഏൽപ്പിച്ചിരിക്കണം. ഡ്രൈവർ എന്ന് പറയുന്നത് ആ മനസ്സ്, അല്ലെ? ആ ഡ്രൈവർക്ക് ഇഷ്ടമുള്ളിടത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കയറിയപ്പോൾ പറഞ്ഞു എനിക്ക് എറണാകുളത്തോട്ടാണ് പോകേണ്ടത്. പക്ഷെ അദ്ദേഹം ഓടിക്കുന്നത് എവിടെയാണ് എനിക്കറിയില്ല വഴികളൊന്നും. എവിടെയൊക്കെയോ പോയിക്കൊണ്ടിരിക്കണം. നമ്മൾ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞോണ്ടിരിക്കുക, അല്ലെ? അപ്പൊ ആ ഡ്രൈവർക്ക് ഇഷ്ടമുള്ളിടത്തേക്കാണ് നമ്മളെ ഇങ്ങനെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിന് ഇഷ്ടമുള്ളിടത്തേക്കാണ് നമ്മൾ നയിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ അപകടമാണ്, അല്ലെ? ഭജഹുരേ മന, എന്റെ പ്രിയപ്പെട്ട മനസ്സ്, അല്ലെ? ശ്രീനന്ദനന്ദന എന്നാൽ ഭഗവാൻ കൃഷ്ണൻ എന്നാണ് അർത്ഥം. ഭഗവാൻ കൃഷ്ണൻ വാസുദേവന്റെ പുത്രനായി അവതരിച്ചു. അഭയചരണാരവിന്ദ്, അല്ലെ? ഭഗവാൻ കൃഷ്ണനെ ആരാധിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. അഭയ, അല്ലെ? അഭയം പ്രാപിക്കണം.
എന്നാൽ ഭഗവാൻ നിർഭയ സങ്കേതമാണ്. കാര്യം എന്താണ്? ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഭഗവാന്റെ ആശ്രയം നമ്മൾ എടുത്തു കഴിഞ്ഞാല് നമ്മുടെ ജീവിതം സുരക്ഷിതമാണ്. എല്ലാം ഭഗവാൻ നോക്കിക്കൊള്ളും എന്നുള്ളതാണ്. നമുക്ക് ആവശ്യമുള്ളതെല്ലാം ഭഗവാൻ നമുക്ക് തരും, നൽകും. നാം കൃഷ്ണനെ അഭയം പ്രാപിച്ചാൽ നാം എല്ലാ ഉത്കണ്ഠകളിൽ നിന്നും മുക്തരാകും. അല്ലേ? നമുക്ക് ആ ഉത്കണ്ഠ ഉണ്ടാവില്ല. അതായത് ഇനിയിപ്പോ എന്താ സംഭവിക്കുക, എന്താണ് വേണ്ടത്. ഇപ്പൊ ഞാൻ അവിടെ ഇരുന്ന് ആലോചിച്ചത്, ഇന്നിപ്പോ ഞാൻ എന്തോ എടുക്കും, ഏത് ശ്ലോകം എടുക്കും എന്നാണ് ആലോചിച്ചത്. ബുക്ക് അതിനകത്താണല്ലോ, ഇനിയിപ്പോ എടുക്കാൻ പറ്റത്തില്ലല്ലോ, അല്ലേ? അപ്പൊ ഭഗവാൻ എനിക്കൊരു വഴി കാണിച്ചു, അല്ലേ? എന്റെ മനസ്സ് വിഷമിച്ചിരിക്കുകയല്ലേ, മനസ്സിനെ കുറിച്ച് പറഞ്ഞോളൂ. അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ നിങ്ങളോട് ഈ ഒരു കടും കൈ ചെയ്യുന്നത്. ഹരേ കൃഷ്ണ. നാം എല്ലാ ഉത്കണ്ഠകളിൽ നിന്നും മുക്തരാകും. നിസ്സഹായനായ ഒരു കുട്ടിയെ പോലെ അവന്റെ മാതാപിതാക്കൾ പരിപാലിക്കുമ്പോൾ അവൻ അശ്രദ്ധനാകും. ഇപ്പോ ഒരു കൊച്ചു കുട്ടിയെ കുറിച്ച് നമ്മൾ ആലോചിച്ചു കഴിഞ്ഞാൽ, അല്ലെ, അതിന് എന്തിനെങ്കിലും കുറിച്ച് വ്യാകുലതയുണ്ടോ? അല്ലെ? അതിന് സമയാസമയങ്ങളിൽ പാലും ആഹാരങ്ങളും എല്ലാം കിട്ടുന്നുണ്ട്. പിന്നെയോ അതിന് സമയാസമയങ്ങളിൽ കുളിപ്പിക്കുന്നുണ്ട്, അതിന് ഡ്രസ്സ് ഇടിപ്പിക്കുന്നുണ്ട്. അത് വല്ല ചെന്ന് ഇങ്ങനെ കിടക്കുന്നേ ഉള്ളൂ, അല്ലെ? എല്ലാം അച്ഛനും അമ്മയും എല്ലാവരും കൂടെ പരിചാരം എല്ലാവരും കൂടെ ചെയ്തുകൊണ്ടിരിക്കും, അല്ലെ? അതുപോലെയാണ് ഭഗവാൻ നമുക്ക്. ഭഗവാൻ എപ്പോഴും നമ്മൾ കൊച്ചു കുഞ്ഞാണ്. ഇനി എത്രയൊക്കെ വളർന്നാലും 90 വയസ്സായാലും ഭഗവാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം, അല്ലെ, ഭഗവാന് ഒരു കൊച്ചുകുട്ടിയാണ്, അല്ലെ? ആ കുഞ്ഞിനെ പോലെ ഭഗവാൻ പരിലാളിച്ചോളൂ. അല്ലെ? അപ്പൊ കാര്യം എന്താണ്? അപ്പൊ നമുക്ക് അശ്രദ്ധനായിട്ടിരിക്കാം. വി ഷുഡ് നോട്ട് കെയർ അബൌട്ട്, അല്ലെ? നമ്മൾ ഒന്നിനെ കുറിച്ചും അറിയേണ്ട ആവശ്യമില്ല. നമ്മൾ സ്വതന്ത്രനാണ്. അതുപോലെ തന്നെ എന്റെ പ്രിയപ്പെട്ട മനസ്സെ, ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, അല്ലെ, നിങ്ങൾ ഈ വഴിയിൽ അപകടകരമായ രീതിയിൽ വാഹനം ഓടിക്കരുത്. പ്ലീസ്, എന്നെ കൊല്ലരുത്, എന്നെ കൊല്ല ചെയ്യരുത്. ദയവായി നിർഭയ അഭയമായ എന്താണ് ശ്രീകൃഷ്ണ ഭഗവാനെ ആരാധിക്കും. ഭജഹുരേ മന ശ്രീനന്ദനന്ദന അഭയചരണ വിന്ദരേ. ഭഗവാന്റെ താമരപാദങ്ങൾ നിർഭയമായ അഭയകേന്ദ്രമാണ്. അഭയം പ്രാപിക്കുന്നു. ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നത് പോലെ സർവധർമാൻ പരിത്യജ മാമേകം ശരണം വ്രജ. ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയാൽ ഭഗവാൻ ഇങ്ങനെ വലത് കൈ ഇങ്ങനെ വെച്ചിരിക്കാം, അല്ലെ? പരമശിവൻ നോക്കുമ്പോ ഒരു കൈ അവിടെ വെറുതെ ഇരിക്കണം, അല്ലെ? ഓടിപ്പോയി അതിന്റെ മൂട്ടിലിരുന്നു, അതിന്റെ അടിയിലിരുന്നു. ഭഗവാന്റെ കയ്യിലെ അടിയിൽ നോക്കിക്കഴിഞ്ഞാൽ ആരാണെന്ന് അറിയാം, ഒരു ശിവലിംഗമാണ് അവിടെ, അല്ലെ? ഭഗവാൻ ശിവൻ അറിയാം. ഇത്രയും സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലമില്ല, വേറെ സ്ഥലമില്ല ഈ ലോകത്ത്, അല്ലെ? ഈ ഭൂഖണ്ഡത്തിലില്ല, ഈ ഈ ഈ എന്താണ് യൂണിവേഴ്സിലില്ല. അതുകൊണ്ട് ഓടിപ്പോയി അതിന്റെ അടിയിൽ, ഇല്ലേ? ഭഗവാൻ വളരെ കാര്യമായിട്ട് ഇങ്ങനെ കൈവച്ചിരിക്കുക. അതാണ് സർവധർമാൻ പരിത്യജ മാമേകം ശരണം വ്രജ എന്ന് പറയുന്നത്, അല്ലെ? അദ്ദേഹം നമുക്കൊരു വഴി കാണിച്ചു തരികയാണ്. നമുക്ക് വേറൊരു ആശ്രയം ഇല്ല. ആരാണ്? ഭഗവാൻ ശ്രീകൃഷ്ണൻ പത്മനാഭൻ മാത്രമേ നമുക്ക് ഒരു ആശ്രയമായിട്ടുള്ളൂ എന്ന് നമുക്ക് ശിവഭഗവാൻ കാണിച്ചു തരികയാണ് ചെയ്യുന്നത്, അല്ലെ? എല്ലാ മതങ്ങളും ഉപേക്ഷിച്ച് എന്നെ കീഴടങ്ങുക. എല്ലാ പാപകരമായ പ്രതികളിൽ നിന്നും ഞാൻ നിങ്ങളെ വിടുവിച്ചിട്ട് കൊള്ളാം. പേടിക്കണ്ട, അല്ലെ? ചിലർ പറയല്ലേ, വിഷമിക്കണ്ട, അല്ലെ? നിങ്ങളിപ്പോ വിഷമിക്കേണ്ട ആവശ്യമില്ല, പേടിക്കേണ്ട ആവശ്യമില്ല. നാളത്തേക്കുള്ള ആ ഒരു ഭയം വിടുക, എന്നിട്ട് എന്നിലെ അഭയം പ്രാപിക്കുക എന്ന് പറയും, അല്ലെ? കൃഷ്ണൻ എന്ന് പറയുന്നത് അതീന്ദ്രിയം മാത്രമല്ല, ഭഗവാൻ പരമമായ ആനന്ദവും പരമമായ അറിവുമാണ്, ജ്ഞാനവുമാണ്. പരമോന്നതമായ അറിവ് അർത്ഥമാക്കുന്നത് അതീന്ദ്രിയം, അല്ലെ? അനിത്യം, അല്ലെ? പരമമായ ബോധവും പരമമായ ആനന്ദവുമാണ്. അതാണ് കൃഷ്ണന്റെ നിർവചനം, അല്ലെ? ഭഗവാൻ കൃഷ്ണൻ എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ പറഞ്ഞത് പരമമായ ആനന്ദമാണ്, അല്ലെ? അതായത് എന്താണ്, നിർത്താതെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ആനന്ദം. അതിനൊരു ലിമിറ്റ് ഇല്ല, അതിന് ആദ്യവും അന്ത്യവും ഇല്ല, അല്ലെ? ഒരിക്കലും തീരത്തില്ല, നിത്യമാണ്, അല്ലെ? എപ്പോഴും നമുക്ക് കിട്ടുന്നതാണ്. പരമമായ ബോധം, പരമമായ ആനന്ദമാണ്, അല്ലെ? ഭഗവാൻ പറയുന്നത് തന്നെ എന്താണ്? ഇറ്റ് ഇസ് ഫുൾ ഓഫ് എന്താണ് ബ്യൂട്ടി, ഫുൾ ഓഫ് എന്താണ് ഹാപ്പിനെസ് ആണ്. അതാണ് കൃഷ്ണന്റെ നിർവചനം. കൃഷ്ണ എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പോൾ ഒരു ഭക്തൻ പറയാണ്, ദുർലഭമാനവ ജനമ സൽസംഗേ തരോ ഈ ഭവ സിന്ധുരേ. ഈ മനുഷ്യ ശരീരം നമുക്ക് ദുർലഭമാണ്, എപ്പോഴും കിട്ടുന്നതല്ല. ഈ ജന്മം നമ്മൾ ഉപയോഗപ്പെടുത്തിയില്ലെങ്കിൽ ഇനിയും കോടാനുകോടി ജന്മങ്ങൾ നോക്കിയിരുന്നിട്ട് വേണം നമുക്കൊരു മനുഷ്യജന്മം കിട്ടാനായിട്ട്. അല്ലാതെ ആരും വിചാരിക്കേണ്ട ഇതിപ്പം മരിച്ചു കഴിഞ്ഞാൽ ഉടനെ അടുത്ത ജന്മത്തിലേക്ക് അടുത്ത മനുഷ്യജന്മം കിട്ടുമെന്ന്, അല്ലെ?
ഞാൻ ഈ പറയുന്നത് ഭക്തന്മാരെ കുറിച്ചിട്ടല്ല. ഭക്തന്മാരുടെ ലെവൽ വേറെയാണ്. അത് വേറെ സെപ്പറേറ്റ് ആയിട്ടാണ് കണക്കാക്കുക. അത് 1% ഉള്ളൂ. ബാക്കി 99% കാര്യമാണ് ഈ പറയാം. ദുർലഭമാനവം അല്ലെ, ഈ മനുഷ്യജന്മം ദുർലഭമാണ്. അവരത് മനസ്സിലാക്കുന്നില്ലല്ലോ ഭഗവാനെ, അല്ലെ. നമുക്ക് നമ്മൾ വിചാരിക്കണം നമുക്ക് എപ്പോ വേണമെങ്കിലും ഈ 2 കാലും 2 കൈയുള്ള സാധനം കിട്ടുക. ഇല്ല. ദുർലഭം എന്നാൽ വളരെ വിലപ്പെട്ടതാണ്. അങ്ങനെയൊന്നും കിട്ടുന്നതല്ല. ഇറ്റ്സ് ഡയമണ്ട്. ഒരു വലിയ അസ്തിത്വ പോരാട്ടത്തിന് ശേഷം അല്ലെ, നമ്മൾ പല പല ജലജീവികളായിട്ട് ജനിക്കുന്നുണ്ട്, പല പക്ഷികളായിട്ട് ജനിക്കുന്നുണ്ട്, മരങ്ങളായിട്ട് കുറെ കാലം ജനിക്കും അല്ലെ, പിന്നെ ഉരകങ്ങളായിട്ട് ജനിക്കും, മൃഗങ്ങളായിട്ട് ജനിക്കും. അങ്ങനെ ഒരുപാട് നമ്മളെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് 84 ലക്ഷം ജീവജാലങ്ങൾ അല്ലെങ്കിൽ സ്പീസീസ് ഭഗവാൻ അല്ലെ. ഇപ്പോ ഓരോരുത്തരുടെ ആഗ്രഹം എന്താണോ അതൊക്കെ സഫലീകരിക്കുന്ന രീതിയിലാണ് ഭഗവാൻ ഇവിടെ ഇതെല്ലാം ഉണ്ടാക്കി. ഈ 84 ലക്ഷം എന്ന് പറയുന്നുണ്ട്. അത് എന്തിനാണ് 84 ലക്ഷം ആയത്? കാര്യം 84 ലക്ഷം തരത്തിലുള്ള ആഗ്രഹങ്ങൾ മനുഷ്യനുണ്ട് എന്നുള്ള ഇതാണ് അർത്ഥമാക്കേണ്ടത്. അപ്പൊ ഓരോരുത്തർക്ക് ഓരോ രീതിയാണ്, ഓരോ ആഗ്രഹങ്ങളാണ്. ഇപ്പോ എന്തുവാണ്, ഉറങ്ങാനാണ് ഇഷ്ടം. ഇപ്പൊ തന്നെ ഇവിടെ പല വീടുകളിലും മോനെ ഒന്ന് എണീറ്റ് വേണ്ട, ഈ ക്ലാസ് കേൾക്കട എന്ന് എത്രയോ അമ്മമാര് പറഞ്ഞിട്ടുണ്ട് അല്ലെ. പോവാൻ പാട്ട് നോക്കി അല്ലെ, ഞാൻ കുറച്ചുകൂടെ ഉറങ്ങട്ടെ, സ്കൂളിൽ എന്റെ കൊച്ചു വന്നില്ലല്ലോ അല്ലെ, എന്റെ മോൻ എഴുച്ച് വന്നില്ലല്ലോ, അവനും കൂടെ ഈ ക്ലാസ് ഒക്കെ കേട്ടിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു എന്ന് എത്രയോ അമ്മമാര് വിചാരിക്കുന്നുണ്ട് അല്ലെ. ഞാൻ ആ കുഞ്ഞുങ്ങളെ കുറിച്ച് തന്നെ പറയുന്നത്. പക്ഷേ നമ്മൾ അപ്പുറത്തോട്ട് നോക്കിക്കഴിഞ്ഞാല് 10 മണിക്കാണ് ഓഫീസെങ്കിൽ 9:30 വരെ ഉറങ്ങിയിട്ട് നേരെ പല്ലുപോലും തേക്കാതെ ഇറങ്ങി ഓടുന്ന ആൾക്കാരുണ്ട്. അവർക്ക് ഉറങ്ങാനാണ് ഇഷ്ടം. എത്ര ഉറങ്ങിയാലും മതിയാവില്ല അല്ലേ. ഞായറാഴ്ച ഉണ്ടെങ്കിൽ രാവിലെ എണീക്കുന്ന പ്രശ്നമേ ഇല്ല. അവർക്ക് മംഗളാരതിക്കൊന്നും പോകേണ്ട ആവശ്യമില്ലല്ലോ. അവർക്ക് ഇതൊന്നും അറിയത്തില്ല. മംഗളാരതി എന്താണെന്ന് പോലും അറിയത്തില്ല. മംഗളാരതി വാട്ട് ഈസ് ദാറ്റ് എന്ന് ചോദിക്കാറ് അല്ലെ. അങ്ങനെയുള്ളവർക്ക് ഉറങ്ങാനാണ് താല്പര്യം. അവരുടെ താല്പര്യം അതാണ്. ഉറങ്ങണം. ഒരുപാട് ആൾക്കാർ അങ്ങനെ പറയുന്നുണ്ട്. അവരൊക്കെ അടുത്ത ജന്മത്തിൽ എന്താകുമെന്നറിയോ? ആ പോളാർ ബിയറായി മാറും. എന്താണ് പോളാർ ബിയറിന്റെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് 6 മാസം ഉറങ്ങും, 6 മാസം അഴിച്ചിരിക്കും അല്ലെ. ഈ 6 മാസവും സുഖമായിട്ട് ഉറങ്ങും. അത്രയും അന്റാർട്ടിക്കയിലൊക്കെ ഉള്ളു, വളരെ തണുപ്പുള്ള രാജ്യമാണ്. അവര് ഈ 6 മാസം ഉറങ്ങുന്നവര്. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് അങ്ങനെ ഒരു ശരീരം കൊടുക്കും. ഉറങ്ങി രക്ഷപ്പെടുത്തോട്ടെ, ഉറങ്ങി സന്തോഷിച്ചോട്ടെ അല്ലെ. അതിന് പോലും ഭഗവാൻ ഓരോ സ്പീഷീസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഉറങ്ങണോ? ശരി. അല്ല, മീനിനെ തിന്നണോ? ശരി, അതിനൊരു വഴി അല്ലെ. അതിനപ്പം നമ്മൾ ഈ ആഗ്രഹങ്ങൾ കൊണ്ട് നമ്മുടെ ചെവിയും മൂക്കും നാക്കും വായും പല്ലും കണ്ണുകളുടെ കാഴ്ചശക്തി. ഇപ്പോ നമ്മുടെ എന്തുവാണ് എന്താ പറയാ, പക്ഷിയുടെ പേര് ഞാൻ മറന്നു. ആ പക്ഷി ഇങ്ങനെ താഴോട്ട് എത്ര പൊക്കത്തിൽ നോക്കിക്കഴിഞ്ഞാലും പൊന്മാൻ അല്ലെ എന്നാണ് അങ്ങനെ നടക്കും. അത് എത്ര ദൂരത്ത് നോക്കിക്കഴിഞ്ഞാലും ഭയങ്കര കാഴ്ചശക്തിയാണ്. താഴെ വെള്ളത്തിൽ കൂടെ ഇങ്ങനെ അടിയിൽ കൂടെ പൊക്കോണ്ടിരിക്കുന്ന മീനുകളൊക്കെ അത് കറക്റ്റായിട്ട് കാണും. ഒരൊറ്റ ഡൈവിംഗ് ആണ്. താഴെ വരുന്ന അതിനെ കുത്തിയിട്ട് അത് തിരിച്ചു പോകും അല്ലെ. തിരിച്ചു പോകുമ്പോൾ അതിന്റെ ചുണ്ടിൽ ഒരു മത്സ്യം ഇങ്ങനെ പിടയുന്നതാണ് അല്ലേ. കാര്യം എന്താണ്? അതാണ് ഇഷ്ടം. മത്സ്യം കഴിക്കണമെന്നുള്ളൊരു താല്പര്യത്തിലുള്ള ഒരു ശരീരത്തിലായിരുന്നു നേരത്തെ. പിന്നെ നീ മനുഷ്യൻ കഴിച്ചു അതിനൊരു വിഷമം വിചാരിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് അപ്പൊ അതിന് നല്ല ചുണ്ടും അതിന് നല്ല കാഴ്ചശക്തിയും പറക്കാനുള്ള ചിറകും എല്ലാം കൊടുത്തു അല്ലെ. 2 കാലില് അല്ലെ ലാൻഡ് ചെയ്യാനുള്ള എല്ലാ സൗകര്യവും അതിന് കൊടുത്തു, അതിനുള്ള ശരീരം കൊടുത്തു. അപ്പൊ അതാണ് നമ്മൾ എന്താഗ്രഹം ഉണ്ടെങ്കിലും ഭഗവാൻ അത് സാധിച്ചു അല്ലെ. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ മൃഗങ്ങളായിട്ടും മരങ്ങളായിട്ടും പിന്നെ പക്ഷിജീവികളായിട്ടും എല്ലാം അല്ലെ ജലജീവികളായിട്ടുമൊക്കെ നമ്മൾ ജനിക്കേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് എല്ലാത്തിനുമുള്ള പ്രൊവിഷൻ ഭഗവാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അല്ലെ. നമുക്ക് ക്രമേണ പരിണാമത്തിലൂടെ കടന്നു പോകേണ്ടി വരുന്നു. അതുകൊണ്ട് ഈ മനുഷ്യ ശരീരം വളരെ വിലപ്പെട്ടതാണ്. അപ്പോ നിങ്ങൾ എന്ത് ചെയ്യണം? പ്രഹ്ലാദൻ പറഞ്ഞതുപോലെ അല്ലെ, എപ്പോഴും ഭഗവാനെ സ്മരിക്കുക. 5 വയസ്സിൽ തുടങ്ങേണ്ട കാര്യമാണ്. ഇപ്പൊ 10, 40, 45 വയസ്സായി അല്ലെ. പലർക്കും ഇവിടെ ഇരിക്കുന്ന പലർക്കും 45 വയസ്സിൽ കൂടുതലുള്ളവരുണ്ട് അല്ലെ. ഈ 45 കൊല്ലവും നമ്മള് വെറുതെ കളഞ്ഞു. ഈ 45 കൊല്ലത്തെ ജപമൊക്കെ ആര് ചെയ്യും? അതുകൊണ്ടാണ് പ്രഭുപാദൻ നമുക്ക് പറഞ്ഞത് അല്ലെ. പ്രഭുപാദൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേറെ നോക്കേണ്ട ആവശ്യമില്ല അല്ലെ. നിങ്ങൾ ആ കണക്ക് എല്ലാം കൂടെ ചേർത്ത് ഒരു ദിവസം 16 റൗണ്ടെങ്കിലും മിനിമം ജപിച്ചാണ്.
16 കൂടുതൽ ജപിച്ചു കഴിഞ്ഞാൽ അത്രയും സുഖമാണ്, അത്രയും സന്തോഷമാണ്. അല്ലെ? നിങ്ങളെ കൂടുതൽ കൂടുതൽ ഭഗവാന്റെ അടുത്തേക്ക് പോകുന്ന, അതാണ് അവിടെ പ്രഭുപാദർ പറഞ്ഞത്. അപ്പൊ അതാണ്. അപ്പൊ ഈ ജീവിതം, ഈ മനുഷ്യരൂപം വളരെ വിലപ്പെട്ടതാണ്. പാഴാക്കരുത്, നമ്മൾ പാഴാക്കാൻ പാടില്ല. എന്നാൽ സന്യാസിമാരുടെയും ഋഷിമാരുടെയും കൂട്ടായ്മയിൽ നമ്മുടെ ജീവിതം വിജയകരമാക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ആര്? ഈ ആചാര്യം ചെയ്യുമ്പോൾ, അല്ലെ? അപ്പോ ഈ മനുഷ്യരൂപം എളുപ്പം കിട്ടുന്നതല്ല, വളരെ വിരളമാണ്, വളരെ വിലപ്പെട്ടതാണ്. അത് നമ്മൾ വെറുതെ പാഴാക്കരുത്. ഇത്രയും കാലം പാഴാക്കി, ഇനിയുള്ള ദിവസങ്ങളെങ്കിലും നന്നായിട്ട് അത് യൂട്ടിലൈസ് ചെയ്യാനായിട്ട്, എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ വളരെ നല്ല രീതിയിൽ അത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക. എന്നാൽ എന്നിട്ട് എന്ത് ചെയ്യണം? നമ്മള് സന്യാസിമാരുടെയും ഋഷിമാരുടെയും കൂട്ടായ്മയിൽ, അല്ലെ, അവരോടൊപ്പം നമ്മള് എപ്പോഴൊക്കെ ഇരിക്കാൻ പറ്റുമോ അപ്പോഴൊക്കെ നമ്മള് ആ സത്സംഗം നമ്മള് കാര്യമായിട്ട് ഉപയോഗപ്പെടുത്തണം എന്നാണ് പറയുന്നത്. ഇപ്പൊ നമ്മളെ അമ്പലത്തില് ഈ എന്താണ് ബ്രഹ്മോത്സവത്തില് എന്താണ് രണ്ട് ആചാര്യന്മാര് വരുന്നുണ്ട്, അല്ലെ? 2 സന്യാസിമാര് വരുന്നുണ്ട്. അപ്പൊ അവരുടെ കൂടെ ഓടിപ്പോയി ഇങ്ങനെ അടുത്തിരിക്കണമെന്നൊന്നുമില്ല. അവര് ഏതെങ്കിലും ഒരു മുറിയിൽ ഇരിക്കുമ്പോൾ ആ മുറിയിൽ ഏതെങ്കിലും ഒരു അറ്റത്തിരുന്നാൽ നമുക്ക് ആ വൈബ്രേഷൻ കിട്ടണം. അതും ഒരു കൂട്ടായ്മയാണ്. അവരോടൊപ്പം ഉള്ള ഒരു സഹവാസം നമുക്ക് കിട്ടുകയാണ്, ആ ഒരു അസോസിയേഷൻ നമുക്ക് കിട്ടുകയാണ്. അവരുടെ പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ അവരുടെ അസോസിയേഷൻ നമുക്ക് കിട്ടുകയാണ്, അല്ലെ? അവരെ പറയുന്ന ഓരോ കാര്യത്തിനും അത്രയ്ക്കും വിലയുണ്ട് എന്നർത്ഥം. അവര് ഡയമണ്ടുകളാണ് ഇങ്ങനെ നമുക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്, അല്ലെ? അപ്പൊ ആ വിലയോടുകൂടി, വളരെ ഭവ്യതയോടുകൂടി, അല്ലെ, ക്വസ്റ്റ്യനിങ് അല്ലാത്ത രീതിയിൽ അവിടെ ഇരുന്ന് കേട്ട് അവരുടെ അസോസിയേഷൻ വാങ്ങണമെന്നാണ് പറയുന്നത്, അല്ലെ? അപ്പൊ അതാണ് ഇവിടെ എന്താണ്? സന്യാസിമാരുടെയും ഋഷിമാരുടെയും കൂട്ടായ്മയിൽ നമ്മൾ എപ്പോഴും ജീവിക്കണം, അല്ലെ? എന്നിട്ട് നമ്മുടെ ജീവിതം വിജയകരമാക്കണം എന്നാണ് ഇവിടെ ഈ ഭക്തൻ നമ്മളോട് അഭ്യർത്ഥിക്കുന്നത്, അല്ലെ? എന്ത് രസമാണ്! അപ്പോ അതിനാൽ നമ്മൾ മറ്റാരുമായും കൂട്ടുകൂടരുത്, എന്നാൽ നമ്മൾ സന്യാസിമാരുടെയും ഋഷിമാരുടെയും മാത്രം ബന്ധം സ്ഥാപിക്കുകയും നമ്മുടെ ഈ വിലയേറിയ മനുഷ്യ ജീവിതം വിജയകരമാക്കുകയും ചെയ്യണം. നമ്മുടെ സമയം പാഴാക്കരുത്, അല്ലെ? മുതിർന്ന ഭക്തന്മാരുടെ സഹായത്തോടെ നമുക്ക് കൃഷ്ണനെ ആരാധിക്കാൻ, അല്ലെ, നമ്മുടെ ജീവിതം വിജയകരമാക്കുകയും ചെയ്യാം. അദ്ദേഹം അഭ്യർത്ഥിക്കുന്നു, എന്താണ്? എന്നെ സമുദ്രത്തിലേക്ക് തള്ളിവിടാൻ നിരുത്തരവാദപരമായ രീതിയിൽ നീ വാഹനം ഓടിക്കരുത്, നീ എന്നെ നിയന്ത്രിക്കരുത്, നീ എന്നെ കൊണ്ട് തള്ളിയിടരുതെന്നാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത്, അല്ലെ? അതുകൊണ്ട് ദുർലഭമാനമാണ്, അല്ലെ, ജന്മസത്സംഗേ, അല്ലെ, ഈ ഭവസുന്ദരി എന്ന് അദ്ദേഹം പറയുന്നത്. എന്താണ് ഭവസിന്ധു എന്ന് പറഞ്ഞാല്? എന്താണ്? ജനനവും മരണവും ഒന്നിനു പുറകെ ഒന്നായി തുടർച്ചയായി നടക്കുന്ന ഈ പ്രപഞ്ച സത്യമാണ്. അതിനാൽ ആവർത്തിച്ചുള്ള ജനന മരണങ്ങളുടെ ഈ ബിസിനസ് നമ്മൾ നിർത്തണം, അല്ലെ? നമ്മുടെ ഈ മനുഷ്യരൂപത്തിലുള്ള ജീവിതത്തെ നമ്മൾ വിജയിപ്പിക്കുകയും ഈ ജനന മരണ രോഗത്തിൽ നിന്ന് മോചനം നേടുകയും ചെയ്യാം. ജീവികൾക്ക് ജനനവും മരണവും ഒരുതരം രോഗമാണ്, അത് സാധാരണ അവസ്ഥയല്ല. ഭൗതിക ശരീരത്തിലെ ഈ അസാധാരണമായ ഇടപെടൽ നിമിത്തം നാം ജനന മരണത്തിലേക്ക് നയിക്കപ്പെടും. അതിനാൽ എന്റെ പ്രിയപ്പെട്ട മനസ്സേ, ഭജഹുരേ മന, നമ്മുടെ സമയം പാഴാക്കരുത്, എന്റെ സമയം നീ പാഴാക്കരുത് എന്ന് മനസ്സിനോട് അഭ്യർത്ഥിക്കണം. കാരണം മനസ്സ് എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകും, അല്ലെ? അതിനാൽ എന്താണ് മനസ്സ് ആവശ്യപ്പെടുന്നു, അത് വളരെ ദാർശനികമാണ്. ഇതാണ് ഏകാഗ്രത. എന്നെ ജനന മരണ സാഗരത്തിൽ അകപ്പെടുത്തരുത്, ദയവായി എന്നെ രക്ഷിക്കും. സന്യാസിമാരുടെയും ഋഷിമാരുടെയും കൂട്ടായ്മയിൽ നമ്മുടെ ജീവിതം വിജയകരമാക്കണം. അതാണ് അദ്ദേഹത്തിന്റെ അഭ്യർത്ഥന, നമ്മളോടുള്ള അഭ്യർത്ഥന. ഭജഹുരേ മന ശ്രീനന്ദനന്ദന. അതിനാല് ഭഗവാൻ കൃഷ്ണനെയോ, അല്ലെ, അല്ലെങ്കിൽ പരമേശ്വരനെയോ ആരാധിക്കണം. ശ്രീനന്ദനന്ദനം, വേറെ ആരെയും ആരാധിക്കണം. അതേസമയം സന്യാസിമാരുടെയും ഋഷിമാരുടെയും സഹവാസം നമ്മുടെ ജീവിതത്തെ വിജയകരമാക്കണം, അല്ലെ? നമ്മളെ മുതിർന്ന ആചാര്യന്മാരും മുതിർന്ന ഭക്തന്മാരുമായിട്ട് നമ്മൾ എപ്പോഴും സഹവസിക്കണം, അല്ലെ? അവരെന്താണ് ചെയ്യുന്നത് അതൊക്കെ നമ്മള് പാലിക്കാൻ ശ്രമിക്കണം, അതുപോലെ ആവാൻ ശ്രമിക്കണം, അല്ലെ? ആ സഹവാസം കൊണ്ട് നമുക്കത് പറ്റും. അതാണ് അസോസിയേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തെ വിജയകരമാക്കും. നല്ല വ്യക്തികളുടെ കൂട്ടായ്മയും, അതെ, ഇപ്പോ ഇത്രയും പേരുണ്ട്, അല്ലെ? എല്ലാവരും ഭക്തന്മാരാണ്. അപ്പൊ അവരുടെ ഒരു കൂട്ടായ്മ എന്ന് പറയുമ്പോൾ നമുക്കൊരു ഭയങ്കര പവറാണ്. ഇതിൽ ആരെല്ലാം രാവിലെ പങ്കെടുക്കുന്നോ അവർക്ക് തീർച്ചയായിട്ടും ആ ദിവസം പിടിച്ചു നിൽക്കാനുള്ള പവർ കിട്ടും. അവരങ്ങനെ വെറുതെ ഒരു കാര്യത്തിലും വിഷമിക്കേണ്ടി വരില്ല. എല്ലാ കാര്യവും മംഗളമായി നടക്കും. കാര്യം എന്താണ്? ആ മെന്റൽ പവർ, ആ സ്പിരിച്വൽ പവർ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ ഒന്നിനെ കുറിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല. അതേസമയം ഭഗവാനോടുള്ള ഭക്തി നിർഭരമായ സേവനവും
ഈ രണ്ട് കാര്യങ്ങൾ കൂടി ചേർന്നാൽ നമ്മുടെ ജീവിതം വിജയകരമാക്കും. അപ്പൊ നമ്മൾ എന്തൊക്കെ ചെയ്യണം? നമ്മള് സത്സംഗം ചെയ്യണം, പിന്നെയോ ഭഗവാന്റെ സേവ ചെയ്യണം, ഭഗവത് സേവ ചെയ്യണം, അല്ലെ? അപ്പൊ ഭഗവത് സേവ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഭക്തി കിട്ടത്തുള്ളൂ, അല്ലെ? അപ്പൊ ഈ രണ്ട് കാര്യം ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഭഗവാന്റെ ധാമത്തിലേക്ക് എത്താൻ പറ്റും, അല്ലെ? ഹരേ കൃഷ്ണ. അതാണ് ആ, എന്താണ് ഈ കീർത്തനത്തിൽ പറയുന്നത്. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം, കുറച്ച് സമയം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രഭു ഇപ്പം പാടിയ കീർത്തനവേ നമ്മുടെ ഗീതത്തിനകത്തുള്ളയാണ്. ഉണ്ട് 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 ഉണ്ട്. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ മാതാജി. പ്രണാമം. ഹരേ കൃഷ്ണ പ്രണാമം പ്രഭു. എനിക്കൊരു സംശയം. ചോദിച്ചോളൂ. പ്രഭു, എനിക്ക് ഇതിപ്പോ നമ്മള് ഭഗവത് ധാമത്തിലോട്ട് പോകണമെന്ന് തന്നെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തികളാണ്. അപ്പൊ എന്നാലും നമ്മുടെ മനസ്സിൽ കടന്നുകൂടുന്നു വേറൊരു ആഗ്രഹം കടന്നുകൂടുന്നു. ഇപ്പം എന്റെ മനസ്സിലെന്ന് പറയുമ്പോ എനിക്ക് അടുത്ത ജന്മം ഉണ്ടെങ്കിൽ എനിക്ക് അനന്തപത്മനാഭനെ സേവിക്കുന്ന ഒരു പൂജാരിയായിട്ടൊന്ന് പോകണമെന്നൊരു ആഗ്രഹം മനസ്സില്. പക്ഷെ അപ്പോൾ നമ്മൾ അടുത്ത ജന്മം അപ്പൊ അത് എങ്ങനെ ആയി വരും പ്രഭു? എന്തായാലും നമ്മൾ കോടാനുകോടി കഴിഞ്ഞല്ലേ മനുഷ്യ ജന്മം ഉണ്ടാവും എന്ന് പറയുന്നുള്ളൂ. അപ്പൊ ഞാനിങ്ങനെ ആഗ്രഹിക്കുന്നത് പത്മനാഭനെ സേവിക്കുന്ന ഒരു പൂജാരി ആവണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പൊ എനിക്ക് അടുത്ത ജന്മത്തിൽ അപ്പൊ ഞാൻ എന്തുവായി വരും? തീർച്ചയായിട്ടും പത്മനാഭനെ പൂജിക്കുന്ന ഒരു കുടുംബമുണ്ട്. ആ കുടുംബത്തിൽ മാതാജി ഒരു പൂജാരിയായിട്ട് ജനിക്കും. മാതാജിയുടെ ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹം അതാണെങ്കിൽ. പിന്നെ അല്ല പ്രഭു, അത് ഒരു നമ്മുടെ ഭക്തൻ മനുഷ്യജന്മം, അടുത്ത ജന്മം മനുഷ്യജന്മം ഉടനെ വരത്തില്ലെന്നല്ലേ പ്രഭു പറഞ്ഞ? കോടാനുകോടി വരുന്നെങ്കിലല്ലേ ഈ ജന്മത്തിൽ നിന്ന് അടുത്ത മനുഷ്യജന്മം വരണമെങ്കിൽ കോടാനുകോടി ജന്മങ്ങൾ വരണമെന്നല്ലേ പ്രഭു പറഞ്ഞത്? യെസ്, അത് ഈശ്വര ഭക്തി ഇല്ലാത്തവർക്കാണ്. ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം അത് എന്താണ് ഒരു തടസ്സമല്ല. അങ്ങനെയല്ല. ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം അവര് ഇവിടുന്ന് ഇപ്പോ ഇഹലോകം വിട്ടു പോയി കഴിഞ്ഞാലും അവര് 16 റൗണ്ട് ജപിച്ചിട്ടുള്ളവരാണ്, അവര് ചിലപ്പോൾ ദീക്ഷ എടുത്തിട്ടുള്ളവരാണ്, അല്ലെ? അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ അവരുടെ മനസ്സിന്റെ ആഗ്രഹം അനുസരിച്ച് അവർക്ക് പെട്ടെന്ന് തന്നെ ഒരു മനുഷ്യ ജന്മം കിട്ടും. മനസ്സിലല്ലേ? അപ്പൊ അവര് എന്തൊക്കെ ഇപ്പൊ ഭയങ്കരമായിട്ട് ഇപ്പോ ഫോർ എക്സാമ്പിൾ നമ്മൾ വലിയ വലിയ ആചാര്യന്മാരൊക്കെ കണ്ടിട്ടുണ്ട്, അല്ലേ? അവരൊക്കെ എന്താണ് പെട്ടെന്ന് ഫോൾ ഡൗൺ ആവുകയും ഈ ശരീരം വിടുകയും ചെയ്യുന്ന നമ്മൾ ഉദാഹരണം കണ്ടിട്ടുണ്ട്. അവരൊക്കെ എന്താ ചെയ്യുക വെച്ചാല് അവര് ഏതെങ്കിലും ഒരു ഉന്നത ബ്രാഹ്മണ കുടുംബത്തിലോ അല്ലെങ്കിൽ ഒരു ഭക്തന്റെ കുടുംബത്തിലോ അല്ലെങ്കിൽ ഒരു വലിയ ധനവാനായിട്ടുള്ള ഒരു ധനിക കുടുംബത്തിലോ ജനിക്കും. അത് എത്രയും പെട്ടെന്ന് തന്നെ കിട്ടും. അതിന് ഒരുപാട് കാര്യം നമ്മൾ അത്രയും പുണ്യം ആർജിച്ചിട്ടുണ്ട് അടുത്ത ജന്മത്തിലേക്ക് വേണ്ടി. നമ്മൾ എന്തിനാണ് ഈ കോടാനുകോടി ജന്മങ്ങൾ എടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ അനുഭവിക്കാനായിട്ട് പാപങ്ങൾ ഒത്തിരി ബാക്കിയുണ്ടെങ്കിൽ നമ്മൾ ജന്മങ്ങൾ എടുത്തേ പറ്റുള്ളൂ. നമ്മളെ നേരെ മറിച്ച് നമ്മുടെ അക്കൗണ്ടിൽ അത് നില്ലാണെങ്കിൽ നമ്മളിത് അനുഭവിക്കാനായിട്ട് വേറെ ജന്മങ്ങൾ എടുക്കേണ്ട ആവശ്യമില്ലല്ലോ, അല്ലേ? പിന്നെ നമ്മുടെ ഉള്ളിലുള്ള ആഗ്രഹങ്ങൾ, സാധിക്കാത്ത ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ പൂർണ്ണമാകാത്ത ആഗ്രഹങ്ങൾ കുറേ ഉണ്ട്. അതെല്ലാം സാധിക്കാൻ വേണ്ടിയാണ് ഈ 84 ലക്ഷം സ്പീഷീസ് ഭഗവാൻ വെച്ചിരിക്കുന്നത്. അപ്പൊ അതില് നമുക്ക് ഏതൊക്കെ ആഗ്രഹമുണ്ടോ അതിലൊക്കെ ഇങ്ങനെ കടന്ന് പോകാൻ പറ്റും. എവിടെയെങ്കിലൊക്കെ നമ്മുടെ മനസ്സിന്റെ കൂടെ ആഗ്രഹങ്ങളും കൂടെ പോവാണ്. മനസ്സ് ഈ സൂക്ഷ്മ ശരീരത്തിലൂടെ പോകുന്നുണ്ട്. അപ്പൊ അതിനോടൊപ്പം ഈ കാര്യങ്ങളെല്ലാം കൊണ്ടാണ് പോകുന്നത്, അല്ലെ? അപ്പൊ അതെല്ലാം റെക്കോർഡഡ് ആണ്. നേരെ മറിച്ച് ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ആഗ്രഹങ്ങളേ ഇല്ല. പിന്നെയോ ഭഗവാനെ സേവിക്കണം എന്നുള്ളൊരു ആഗ്രഹം, അല്ലെ? അതിലിപ്പോ എല്ലാവരും വൃന്ദാവനത്തിൽ പോയി ലോക വൃന്ദാവനത്തിൽ പോയി അവിടെ ഭഗവാനെ സേവിക്കണം എന്നുള്ളതാണ് താല്പര്യം. അപ്പൊ അവര് നേരെ അങ്ങോട്ട് ഭഗവാന്റെ സേവനത്തിലേക്ക് പോകും. ഇപ്പൊ മാലതിക്ക് താല്പര്യം അതല്ല. മാലതിക്ക് ഇവിടെ തന്നെ പത്മനാഭ ദാസനായിട്ടിരിക്കണമെന്നാണ് താല്പര്യം, അല്ലെ? അപ്പൊ തീർച്ചയായിട്ടും അതിനനുസരിച്ചിട്ട് ഈ പത്മനാഭ സ്വാമിയെ പൂജിക്കാൻ അർഹരായിട്ടുള്ള ഒരു കുടുംബം മാത്രമേ ഉള്ളൂ. അത് കർണാടകയിലോ തമിഴ്നാട്ടിലോ കണ്ടാണ്. എനിക്കത് ക്ലിയർ ആയിട്ട് അറിയത്തില്ല. അവര് ആ കുടുംബത്തില് മാതാജി പോയി ജനിക്കും. നേരെ അവരുടെ ഏതെങ്കിലും ഒരു മുമ്പിൽ പോയി വീണിട്ട്
ഇവിടെ എന്താണ് ഒരു നല്ലൊരു ശുദ്ധ ബ്രാഹ്മണനായിട്ട് മാതാജി ജനിക്കുകയും ശേഷം എന്താണ് ആ നിയോഗം വരുമ്പോഴത്തേന് പത്മനാഭനെ പൂജിക്കാനുള്ള ഒരു അവസരം കിട്ടും. അങ്ങനെയാണ് നടക്കാൻ വായിച്ചത്. അതിനെ ഒരുപാട് ജന്മങ്ങൾ നമ്മൾ നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല. കാര്യം ഇഫ് യുവർ ബാങ്ക് ബാലൻസ് ഇസ് നിൽ, അല്ലെങ്കിൽ എന്താണ് നമ്മളെ പാപം ഉള്ള കർമ്മങ്ങൾ നമുക്ക് കുറവാണെങ്കിൽ അല്ലെങ്കിൽ ഇല്ലാണെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് ഈ ജന്മം കിട്ടും. കാര്യം ബിക്കോസ് ഈവൻ നൗ ഇപ്പൊ തന്നെ മാതാജി ഭഗവാനെ സേവിച്ചുകൊണ്ടിരിക്കുക അല്ലേ? ഭഗവാനെ സേവിക്കുകയാണെങ്കിൽ, ഭഗവാന്റെ നാമം ജപിക്കുകയാണെങ്കിൽ അത്രയും പുണ്യം നമുക്ക് കിട്ടും അല്ലെ? അതിനനുസരിച്ചുള്ള സ്പീഡപ്പ് അവിടെയാവും. അല്ല, കുറച്ച് ബാക്കി കർമ്മങ്ങൾ ചെയ്ത് തീർക്കേണ്ടതുണ്ടെങ്കിൽ അല്ലെങ്കിൽ അനുഭവിച്ച് തീർക്കേണ്ടതുണ്ടെങ്കിൽ അങ്ങനെ വരുമ്പോഴാണ് 1, 2, 3, 4 ജന്മങ്ങൾ അതിനിടയ്ക്ക് വരുന്നത്. അത് നില്ലാവുമ്പത്തേന് അടുത്ത മനുഷ്യജന്മം കിട്ടും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമസ്കാരം. അങ്ങ് നമസ്കാരം. പറഞ്ഞല്ലോ മനസ്സ് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ അങ്ങനെ മനസ്സുകൊണ്ട് വിചാരിച്ചിട്ടാണ് ഈ ഒരു മനുഷ്യജന്മം കിട്ടിയത് പ്രഭുജി? ഹരേ കൃഷ്ണ. അല്ല, നമ്മുടെ ആഗ്രഹം എന്താണ്? പലതരത്തിലുള്ള ആഗ്രഹമുണ്ട് അല്ലെ? അതുകൊണ്ടാണ് നമ്മൾ പല രീതിയിൽ ജനിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഭഗവാനെ സേവിക്കാനുള്ള ആഗ്രഹമായിരുന്നെങ്കിൽ നമ്മൾ ഏതെങ്കിലും ബ്രാഹ്മണ കുടുംബത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വലിയൊരു ഭക്തന്റെ കുടുംബത്തിലോ ജനിക്കും അല്ലെ? നമുക്ക് ഈ കഷ്ടപ്പാടുകളൊന്നും വരത്തില്ല. പക്ഷേ ആ മനസ്സിനെ നമ്മൾ നിയന്ത്രിക്കണമെന്നാണ് ഈ കീർത്തനത്തിൽ പറയുന്നത്. കാര്യം എന്താണ്? നമ്മളെ അത് എന്താണ് പടുകുഴിയിൽ കൊണ്ടിടും, അല്ലെങ്കിൽ ഏതെങ്കിലും സമുദ്രത്തിൽ പോയി ഇടും അല്ലെ? കാര്യം എന്താണ്? അത് അതിന്റെ ഇഷ്ടത്തിനാണ് അത് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഇഷ്ടത്തിന് വിടാതെ നമ്മൾ അതിനെ നിയന്ത്രിച്ച് ഭഗവാന്റെ വഴിയിലേക്ക് കൊണ്ടുപോകണമെന്നാണ് ഈ കീർത്തനം നമ്മളെ പഠിപ്പിക്കുന്നത് അല്ലെ? അപ്പോ മനസ്സിന്റെ ആഗ്രഹവും പിന്നെ നമ്മുടെ എന്താണ് ഈ ആഗ്രഹങ്ങൾ ബാക്കി ഇരിക്കുമ്പോഴാണ് നമുക്ക് അടുത്തടുത്ത ജന്മങ്ങൾ വരുന്നത്. ആ ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കാൻ ഭഗവാൻ ആരും വെറുതെ വിടത്തില്ല അല്ലെ? നിന്റെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നില്ലേ? ധ്രുവ മഹാരാജാവ് എക്സാമ്പിൾ അല്ലെ? ഇത്രയൊക്കെ കഷ്ടപ്പെട്ട എന്തിനാണ്? അച്ഛന്റെ മടിയിലിരിക്കാൻ വേണ്ടിയാണ്. അച്ഛന്റെ മടിയിലിരിക്കാനാണ് ഞാൻ ഇത്രയും കാലം തപസ് ചെയ്ത് ഭഗവാനെ സന്തോഷിപ്പിച്ച് ഫ്രണ്ടിൽ വന്നിരിക്കുന്നു. ഭഗവാനെ കണ്ടപ്പോഴാണ്, അയ്യോ, ഞാൻ എന്തിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരുന്നത്? ഞാൻ എന്തിനാ അത് വേറെയൊക്കെ കാര്യങ്ങൾ, അത് കുപ്പിച്ചില്ലല്ലേ, വെറും കുപ്പിച്ചില്ലല്ലേ? ഞാൻ ഇത്രയും കാലം എന്റെ കുപ്പിച്ചില്ലിന് വേണ്ടിയാണ് ഭഗവാനെ എന്നോട് ക്ഷമിക്കണം, എനിക്ക് ഒരു വരവും തരണ്ട അല്ലേ? എനിക്ക് അങ്ങയുടെ പാദസേവ മാത്രം മതി, എനിക്കൊന്നും തരണ്ട, എനിക്ക് ഒരു വരവും വേണ്ടെന്ന് പറഞ്ഞു. ഭഗവാൻ വീട്ടില്ല. ഇല്ല, നിന്റെ മനസ്സിൽ എന്തോ ഒരു താല്പര്യം ഉണ്ടായിരുന്നു, അത് ഞാൻ തന്നിട്ടേ പോകത്തുള്ളൂ എന്നും പറഞ്ഞ് അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്തത്. നിനക്ക് അവിടെ രാജ്യം റെഡിയാക്കി വെച്ചിട്ടുണ്ട്, നീ പോയി ഭരിച്ചോളാം അല്ലെ? നിന്റെ അച്ഛനെക്കാളും നിന്റെ അപ്പൂപ്പനെക്കാളും വലിയൊരു രാജ്യം നിനക്ക് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതാണ് ഭഗവാൻ. നമ്മളെ ഒരു ഗ്ലാസ് ചോദിച്ചു കഴിഞ്ഞാല് അല്ലെ, ഒരു സമുദ്രം തന്നെ കൊണ്ട് തരുമ്പോ അങ്ങനെയാണ്. പക്ഷെ നമ്മളെ ഉള്ളിൽ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് സാധിച്ചു തന്നെ തീരും. അത് പ്രകൃതി നിയമമാണ്. പ്രകൃതി ഏൽപ്പിച്ചിരിക്കുകയാണ് ഭഗവാൻ. എന്റെ കുഞ്ഞിന് ഒരു കാര്യത്തിലും വിഷമം വരരുത്. എന്താണ് അവൻ ചോദിക്കണം അത് കൊടുത്തേക്കണം. അവൻ എന്റെ ധാമമാണ് വേണമെങ്കിൽ അത് കൊടുത്തേക്കണം. അതല്ല, അവൻ ഇനിയും ഇന്ദ്രിയ തൃപ്തിക്കുള്ള താല്പര്യമാണെങ്കിൽ അത് കൊടുത്തേക്കണം. അതിനനുസരിച്ചുള്ള ഒരു ശരീരം കൊടുത്തേക്കണം. ഈ ചിലർക്ക് എന്താണ് ഈ ഇരുട്ടത്ത് ഒളിച്ചിരിക്കാനാണ് ഇഷ്ടം. ഈ ലൈറ്റ് ഇടുമ്പോൾ ലൈറ്റ് ഓഫ് ചെയ്യുന്ന പറയും. എനിക്ക് പേടിയാവണം, അല്ലെങ്കിൽ എനിക്കൊരു ഇഷ്ടമല്ല ലൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ. ഇരുട്ടത്തിരിക്കാനാണ് ഇഷ്ടം. അവരെല്ലാവരിൽ നിന്നും ദൂരെ നിന്ന് ഇങ്ങനെ പതുങ്ങിയിരിക്കുന്ന ഒരു സ്വഭാവം. അവരെ അടുത്ത ജന്മം എന്താവും എന്നറിയാം? ഈ പാറയ്ക്കകത്ത് ചെറിയൊരു ശുശ്രുണ്ടാവും. അകത്താണ്, വെളിയിലൊന്നുമില്ല, അകത്ത്. അതിനകത്ത് ഇരുട്ടല്ലേ, വെളിച്ചമുണ്ട ഇല്ല, അതിനകത്തായിരിക്കും അവർ ജനിക്കുക. നമ്മൾ ഈ പാറ ഇങ്ങനെ വെടിവെച്ചൊക്കെ പൊട്ടിച്ച് അകത്തോട്ട് ചെല്ലുമ്പോൾ അതിനകത്തുനിന്ന് ഓരോന്നിറങ്ങി ഓടണമാണ്. ഇതൊക്കെ എവിടെ നിന്ന് വന്നു? അതിനകത്ത് വെളിച്ചമില്ല, വായു ഉണ്ടോന്ന് അറിയത്തില്ല അല്ലെ? ഇതൊക്കെ എങ്ങനെ അപ്പൊ അവിടെ അതിനകത്ത് പോലും ഒരു സ്പീഷീസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ജീവജാലം ഉണ്ടെന്നർത്ഥം. അതിനകത്തിരിക്കുന്നതും ഭഗവാൻ തന്നെയാണ് അല്ലെ? ഭഗവാന്റെ സൃഷ്ടികളാണ് അതൊക്കെ. അപ്പോ അങ്ങനെ നമുക്ക് ഒളിച്ചിരിക്കണം താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ജീവിയായിട്ട് നമ്മൾ ജനിക്കും. അതുപോലെ 84 ലക്ഷം സ്പീഷീസ് ആണ്. അപ്പൊ 84 ലക്ഷം ആഗ്രഹങ്ങൾ ഈ മനസ്സിനുണ്ടാവും എന്നർത്ഥം. അതിനുവേണ്ടിയാണ് ഇത്രയും സ്പീഷീസ് അവർ റെഡിയാക്കി വെച്ചിരിക്കുന്നത് അല്ലെ? ഒന്നിനും ഒരു കുറവ് വരുത്താൻ പാടില്ല. അവൻ അത്രയും എന്താണ് ദയാലുവാണ്. ഒരു ആഗ്രഹവും
ഭഗവാൻ സാധിച്ചു തരാൻ. ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ. പ്രഭുജി. അപ്പൊ നമ്മൾ കഴിഞ്ഞ ജന്മത്തെ എന്തെങ്കിലും നന്മ ചിന്തിച്ചിട്ടാണോ നമ്മൾ ഈ ഒരു ജന്മം, മനുഷ്യ ജന്മം നമുക്ക് കിട്ടിയത്? ഹരേ കൃഷ്ണ. കഴിഞ്ഞ ജന്മത്തിലല്ല മാതാജി, കോടാനുകോടി ജന്മങ്ങളിൽ നമ്മൾ ആർജിച്ച ആ പുണ്യം കൊണ്ടാണ് നമുക്ക് ഒരു മനുഷ്യജന്മം കിട്ടുന്നത്. കഴിഞ്ഞ ജന്മത്തിലെ പുണ്യമല്ല, കോടാനുകോടി ജന്മങ്ങളിലെ പുണ്യം ആർജിച്ചാൽ മാത്രമേ നമുക്കൊരു മനുഷ്യജന്മം കിട്ടത്തുള്ളൂ. ഇത്രയും ഭാഗ്യവാനാണെങ്കിലേ നമുക്കൊരു മനുഷ്യജന്മം കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ 4 കാലിലോ 8 കാലിലോ ഒക്കെ ജനിക്കുള്ളൂ, 2 കാലിൽ ജനിക്കത്തില്ല, അല്ലേ? അപ്പൊ അതാണ്, ആ പുണ്യം കൊണ്ടാണ് നമുക്ക് മനുഷ്യജന്മം കിട്ടുന്നത്. അതാണ് ദുർലഭം എന്ന് പറഞ്ഞത് ഇവിടെ, അല്ലേ? മാനവ ദുർലഭം മാനവ എന്നാണ് പറഞ്ഞത്. ഹരേ കൃഷ്ണ.